മമതയിലേക്കും പോയ ആളുകൾ അവിടെ നിരാശരാവുകയും അവിടെ നിന്നാ പറ്റില്ലെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് അതിവേഗതയിൽ മറികടക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി പ്രിയപ്പെട്ടവരെ അതിവേഗതയിൽ CPM-ലേക്ക് ആളുകൾ കുതിച്ചെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 5-ൽ നിന്ന് 28% വർദ്ധിക്കുന്നതും ഏതാണ്ട് വലിയ ബുദ്ധിമുട്ട്. ഞാൻ ഈ പറഞ്ഞത് ഇത്രയേറെ ഭരിച്ച 10-30 കൊല്ലക്കാലം ഭരിച്ചോടത്താണോ ഇത്തിരി കിട്ടിയതിനെ കുറിച്ച് സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ ഇത്തിരിയല്ല. ലോകസഭാ സീറ്റിൽ 79,000 വോട്ടാ കിട്ടിയത്. 7,090 വോട്ട് കിട്ടിയ സ്ഥലത്ത് 79,000 വോട്ടാണ് CPM-ന് കിട്ടിയത്. അപ്പുറത്ത് കടന്നാൽ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിൽ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പും പോലീസ് അസോസിയേറ്റ് തെരഞ്ഞെടുപ്പിലുമെല്ലാം പ്രിയപ്പെട്ടവരെ അവിടെ ജയിച്ചത് CPM-ന്റെ പാനലാണ്. ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന പാനലും CPM-ന്റെയാണ്. അപ്പുറത്ത് കടന്ന പോലീസ് അസോസിയേറ്റ് പാനലിലും CPM ആണ്. നമ്മളങ്ങനെ താഴേക്ക് പോവുകയില്ല, കുറേശ്ശെ കയറുന്നുണ്ട്. ത്യാഗവും വേദനയും അനുഭവിച്ചാണ് ബംഗാളി കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ കയറുന്നത്. ആക്രമിക്കുകയുണ്ട്, ബംഗാൾ ആക്രമിക്കുകയായിരുന്നു. CPM ഭരിച്ച 10-30 കൊല്ലക്കാലവും ബംഗാളിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നില്ല. ഏതെങ്കിലും കടയിൽ നിൽക്കാൻ ബംഗാളികളോ ആളുകളോ വന്നു? ആരെങ്കിലും മുർഷിദാബാദിൽ നിന്ന് വന്നു? 24 പർഗാനയിൽ നിന്ന് ആരെങ്കിലും വന്നു? ഏതെങ്കിലും ഹോട്ടലിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും ബംഗാളി കഴിഞ്ഞ 30 കൊല്ലക്കാലം മുമ്പുണ്ടായിരുന്നു? ഇപ്പൊ ഇഷ്ടം പോലെ വരുന്നത് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോ പോകുന്നത്. എനിക്കറിയാം, എന്റെ വീട്ടിൽ പണിയെടുക്കാൻ ഒരു പയ്യനുണ്ട്. ആ സിയാദ് എന്ന് പറഞ്ഞ പയ്യൻ, സിയാദ് എന്നാണ് അതിന്റെ പേര്. ചെറിയ പയ്യൻ, 10-26 വയസ്സ്. 2018 വെള്ളപ്പൊക്കം വന്ന് വീടിന്റെ പകുതി ഭാഗമൊക്കെ പൊളിഞ്ഞ് കക്കൂസും അതേമാതിരി ബാത്റൂം എല്ലാം തകർന്നു പോയ സമയത്ത് നമ്മൾ ചെറിയ ബാത്റൂം എടുക്കാൻ വേണ്ടി പണിയുമ്പോൾ സിയാദ് പോലെയുള്ള 1-2 പിള്ളേര്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അത് തന്നെ ഒരു നല്ല ലക്ഷണം. എപ്പോഴും നല്ലോണം പാട്ട് കേട്ടാൽ അവൻ നല്ല മനുഷ്യനാവും. പാട്ട് കേൾക്കുക മാത്രം ഒരു ചീത്ത ലക്ഷണം കൂടി അവർക്കുണ്ട്. എന്താ ലക്ഷണം? നല്ലോണം ബീഡി എന്ന് പറയുന്നത് ഈ കട്ടിലിൻകാലിന്റെ വലുപ്പമുള്ള ബീഡിയാണ്, വലിയ ബംഗാളി ബീഡി. അപ്പൊ നമ്മൾ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വെറുതെ ധാരാളം ഇരിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പയ്യന്റെ വർത്താനം ഇങ്ങനെ പറഞ്ഞ് കിട്ടാവുന്ന ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറയും, അവരും കിട്ടാവുന്ന മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ ബീഡി സിഗരറ്റൊക്കെ തീർന്നപ്പോ ഞാൻ ഈ പയ്യനോട് വെച്ചു ബീഡി ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ചേട്ടാ പോക്കറ്റിന്റെ അടുത്ത് വന്നു. ഞാൻ പതുക്കെ ചെന്ന് പോക്കറ്റിൽ തപ്പിയപ്പോ പോക്കറ്റിൽ വലിയ ബീഡിയുണ്ട്, പിന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, പിന്നെ ഒരു കഷ്ണം കടലാസിന്റെ താഴേക്ക് വീണത് എന്താന്ന് വെച്ചാൽ CPM-ന്റെ മെമ്പർ, ലോക്കൽ കമ്മിറ്റി മെമ്പർ സിയാദ് എന്നുള്ള കാർഡാണ്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ കാർഡാണ്. ഇവിടെ ഒന്നും അങ്ങനെയില്ല, നമ്മുടെ കാർഡുണ്ട്. ആ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ചോദിച്ചു, താൻ ലോക്കൽ കമ്മിറ്റി എന്താണ്? അയാളെ കണ്ണിൽ നിന്ന് പതുക്കെ കണ്ണുനീര് വരാൻ തുടങ്ങി. കുറേശ്ശെ ഇടറാൻ തുടങ്ങി. അയാൾ കരയാനായി ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കരയാൻ തുടങ്ങി. എന്ത് കരഞ്ഞു തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നു? അപ്പൊ പറഞ്ഞു, അവിടെ നിന്ന് ഓടിയതാണ്. എവിടെ നിന്ന്? ബംഗാളിൽ നിന്ന് ഓടിയതാണ്. എത്ര ദൂരം ഓടിയെന്നറിയില്ല. എന്തിനാ ഓടിയത്? വീട് കത്തിക്കുകയായിരുന്നു ബംഗാളിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട് കത്തിക്കുന്നു. ആര്? മമതാ ബാനർജിയും മാവോയിസ്റ്റുകളും അതേമാതിരി RSS-ഉം എല്ലാം ഒരുമിച്ച് കത്തിക്കുന്ന സമയത്ത് ഒരേ ഒരു മകനാണ് വാപ്പത്തുന്നു. അവർ വിളിച്ചു പറഞ്ഞു, നീ എവിടെയെങ്കിലും കൂടി രക്ഷപ്പെട്ടു, എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ബംഗാൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടിയെ ഇപ്പോ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചതിന് കണ്ണുനീരുണ്ടതിൽ, ചോരയുണ്ടതിൽ, വിലമതിക്കാൻ പറ്റാത്ത ത്യാഗമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പ്രിയപ്പെട്ടവരെ ത്യാഗത്തിന്റെ വഴികളിലൂടെയാണ് നടന്നത്. എത്ര AC മെമ്പർമാരെ, എത്ര DC മെമ്പർമാരെ കൊന്നു. ജില്ലാ കമ്മിറ്റി മെമ്പർമാരെ കൊല്ലുമ്പോഴൊക്കെ കയ്യടിക്കുകയായിരുന്നു മനോരമയും മാതൃഭൂമിയുമില്ല. ഏഷ്യാനെറ്റിനെ പോലുള്ള ചാനൽ പറഞ്ഞു, ജനങ്ങൾ ഓടിച്ചിട്ട് CPM-ന്റെ ജില്ലാ നേതാവിനെ കൊന്നു. ജനങ്ങൾ അവിടുത്തെ കൊടിമരം പിഴുതെടുത്തു. ഈ കേരളത്തിൽ തന്നെ വലിയ ആവേശത്തിന്റെ വർത്താനമാണ് വലതുപക്ഷം ഉണ്ടാക്കിയത്. വലതുപക്ഷം പറയുന്നു ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഓടിച്ചിട്ട് കൊല്ലുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റും പ്രിയപ്പെട്ടവരെ പതുക്കെ മുന്നേറുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് പോലും ആവേശം ഉണ്ടാക്കണം. ആ ആവേശം അവർ ജീവൻ കൊടുത്തുണ്ടാക്കി വളർത്തിയെടുത്തതാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ലോകത്തെല്ലായിടത്തും
സോവിയറ്റ് യൂണിയനും അതാണ്. സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊരുതുകയാണ്. പൊരുന്നിട്ട് വല്ല മെച്ചമുണ്ടായെന്ന് വെച്ചാൽ അവിടെ 10-14% സോവിയറ്റ് യൂണിയനിലേക്ക് പാർട്ടി വന്നു കഴിഞ്ഞു. 14% വലുതാണോ സഖാവ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലായിരുന്നു എന്നാണ്. ഇപ്പൊ കെന്നഡി, സുഖാനോ അടങ്ങുന്നവരുടെ 14%. ആ 14% എന്ന് പറയുന്ന പുട്ടിന്റെ നിരോധനത്തിന്റെ ഇടയിലാണ്. പുട്ടിൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ പണ്ട് KGBയുടെ തലവനായിരുന്നു. ആ പുട്ടിൻ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരിക്കുകയാണ്. ആ നിരോധനത്തിന്റെ ഇടയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ 10-13-14% അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നുഴയുന്നത്. കേരളത്തിലായാലും ഇന്ത്യയിലായാലും നിങ്ങളുടെ പ്രദേശത്തായാലും ക്ഷീണിക്കും ചിലപ്പോൾ. ആ ക്ഷീണത്തിൽ എങ്ങനെയാ? ആ ക്ഷീണത്തിനെ അകറ്റാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ക്ഷീണത്തിന് അകറ്റാൻ ജീവൻ കൊടുക്കുക, ജീവിതം കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് മാനവ സേവയുടെ ഭാഗമാണ്. മനുഷ്യനെ സേവിക്കാനുള്ള കൊതി, വിശ്വമാനവികത. വിശ്വമാനവികത എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിശ്വമാനവികത. എന്താ മാനവികത? നമ്മൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സ്നേഹിച്ചും അത് കഴിഞ്ഞ് മതിയാകാതെ വരുമ്പോൾ തൊട്ടപ്പുറത്ത് കാഞ്ഞാണിയിലെ ജനങ്ങൾ സ്നേഹിച്ചും കാഞ്ഞാണിയിൽ നിന്ന് അപ്പുറത്ത് അന്തിക്കാടിലെ ജനങ്ങളെ സ്നേഹിച്ചും അന്തിക്കാടും മണലൂരും കഴിഞ്ഞ തൃശ്ശൂരും തൃശ്ശൂർ ജില്ലയും ഇന്ത്യയും ഇന്ത്യയിലപ്പുറവും എല്ലാ ജനങ്ങളെയും സേവിച്ചും സ്നേഹിച്ചും എല്ലാം പൊതിമാറാതെ വരുമ്പോൾ ലോകം മുഴുവൻ സകല ചരാചരങ്ങളും മണ്ഡകടാഹങ്ങളും പക്ഷിമൃഗാദികളും സസ്യജലാദികളും ജീവനും ജീവിതമുള്ളവരും അടങ്ങുന്ന എല്ലാ വിഭാഗങ്ങളും സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴോ അവൻ വിശ്വമാനവനാണ്. ഞാൻ ഒരിക്കലും വിശ്വമാനവനാകില്ല. അല്ല, നിങ്ങൾ ആരുമാകാനും വിശ്വമാനവനാകാൻ മാനവനാകണം. ആദ്യം മഹാത്മാഗാന്ധിയാകണം, മാർസാകണം, ഏംഗൽസാകണം. അതേമാതിരിയോ ചെഗുവരെ പോലെയാകണം. ധനകാര്യ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒരു രാത്രി ഇറങ്ങുകയാണ്. ആരാ? ചെഗുവരെ. വെളുപ്പാൻ കാലത്ത് എങ്ങനെ ചെഗുവര ഇറങ്ങും? അപ്പൊ കാസ്ട്രോ ചോദിക്കും, ചെഗു എവിടെ പോകും? ചെഗുവിന് സംശയമുണ്ട് കാസ്ട്രോന്, എപ്പോ വേണമെങ്കിലും പോവാം. ചെഗുവര പറയും, ഞാൻ പോവാണ് കാസ്ട്രോ. എവിടേക്ക് പോകും? എനിക്ക് എസ്കോർട്ടും പൈലറ്റും മന്ത്രിമന്ദിരങ്ങളും അതിന്റെ ഭാഗമായി ശീതളിനെയും അതിന്റെ ഭാഗമായി സൗകര്യങ്ങളും എല്ലാം എന്നെ മടുപ്പിക്കും. ഞാൻ എന്റെ അർജന്റീനയിലേക്ക് പോകുക. അർജന്റീനയിൽ കൊച്ചുങ്ങൾക്ക് മുല കൊടുക്കാൻ മുലക്കണ്ണ് പോലും ഉണങ്ങിപ്പോയ പെണ്ണുങ്ങൾ നിലവിളിക്കുന്നത് കാസ്ട്രോ. തെരുവിലൊരു കുഞ്ഞ് വിശന്ന് വിളി കൂട്ടിയാൽ അവിടെയും എൻ ചെങ്കൊടി ഉയരുമെന്ന് പാടിയ ആളാണ് ചെങ്കൊടി. ഒരു കുഞ്ഞ് മാത്രമാണ് കരയുന്നതെങ്കിലും എനിക്ക് പോകേണ്ട വരും. അർജന്റീന എന്റെ രാജ്യം. ആ രാജ്യം വിശന്ന് വലഞ്ഞ് കരയുകയാണ്. കാസ്ട്രോ. ആ പോണ വഴിയിലാണ് അമേരിക്കൻ ചാരസംഘടന കാസ്ട്രോ ചെഗുവരനെ കൊല്ലുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? പ്രിയപ്പെട്ടവരെ, ഏത് സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് നോക്കുന്നുണ്ട്. ഇത് എഴുതുന്നതിന് വേണ്ടി ഡോക്ടർ മാർച്ചാണ്, നമ്മുടെ പോലെയല്ല, പോലെയല്ല. ഡോക്ടർ മാർച്ച്. എന്തിനാ ഡോക്ടർ? അന്വേഷണത്തിലും കണ്ടുപിടുത്തത്തിലും ഡോക്ടർ, MBBSലും ഡോക്ടർ, ആരോഗ്യ പരിപാലനത്തിലും ഡോക്ടറാണ്. അന്വേഷണാത്മകമായ പുസ്തകവും അതേമാതിരി തിസീസും അവതരിപ്പിച്ചും ഡോക്ടറാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫയർബാഗ്, ഹെഗൽ തുടങ്ങിയവരിൽ നിന്ന് തലകുത്തി നിന്ന് മാർക്സിസത്തെ നേരെയാക്കി വെച്ച് അങ്ങനെ എഴുതി 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 മാനവന് വേണ്ടി എഴുതുകയാണ്. മാർക്സിന്റെ ഭാര്യയുടെ പേര് ജെന്നി എന്നാണ്. ജെന്നി രാജകുമാരിയാണ്. മാർക്സിനേക്കാൾ 3 ഇഞ്ച് പൊക്കം കൂടുതലാണ്, 2 വയസ്സും കൂടുതലാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഭാര്യയ്ക്ക് 4 വയസ്സ്. ആ ജെന്നി രാജകുമാരി. ആ സ്ത്രീ മരിക്കും, പട്ടിണി കിടന്ന മരിക്കും. അതിനു മുമ്പ് മാർക്സിന്റെ 2 കുട്ടികൾ മരിക്കും, പട്ടിണി കിടന്ന മരിക്കും. രണ്ടാമത്തെ കുട്ടി മരിച്ചിട്ട് ഡെഡ് ബോഡി കൊണ്ടിട്ട് അടക്കാൻ ശവപ്പെട്ടി ഉണ്ടാവും. ഒരു ദിവസം ഏംഗൽസ് വരുമ്പോ ചിരിച്ചു കളിച്ച് ഏംഗൽസ് മാർക്സിനുള്ള സിഗരറ്റായിട്ടാ വരാ. എല്ലാ ദിവസവും മാർക്സിന് വലിക്കാനുള്ള സിഗരറ്റായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് കൊടുക്കുന്ന സമയത്ത് മാർക്സ് ചിരിക്കുന്നില്ല. ഞാൻ ആ കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടി കളിച്ച് ചിരിച്ച് ഏംഗൽസ് മാമ എന്ന് വിളിച്ച് ഓടി വരുന്നില്ല. അപ്പൊ മാർക്സ് ചോദിക്കും, എവിടെയാണ് ആ കുട്ടി എന്ന് ചോദിക്കുമ്പോ മാർക്സ് കരയും. മാർക്സിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകും. അപ്പൊ അകത്തേക്ക് ഓടി ഏംഗൽസ് കയറുമ്പോ ശവത്തിന്റെ മണം, ഒരു മനുഷ്യൻ ചീഞ്ഞ മണം.
ഒരു പിഞ്ചു ബാലിക ഇങ്ങനെ ചീഞ്ഞു കിടക്കുന്നു, ശവപ്പെട്ടി മേടിക്കാൻ പൈസയില്ലാത്തതിന്റെ ഭാഗം. അപ്പോ ഏംഗൽസ് ചോദിക്കും, മാർസ് ഒരു ശവപ്പെട്ടി എന്നോട് എവിടെങ്കിലും അറിയിച്ചെങ്കിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു. എന്ത് നീചത്തരമാണ് മാർസി കാണിച്ചത്. അപ്പൊ മാർസ് പറയുന്നൊരു വാചകമുണ്ട്, ഏംഗൽസ് ഞാൻ ഇതെഴുതാൻ വേണ്ടി ചെലവഴിച്ച ആ സമയത്ത്, എഴുതുന്നതിന് സമയത്ത് ചെലവഴിച്ച സിഗരറ്റിന്റെ വില പോലും ഞാനത് എഴുതാൻ പാതിരാത്രിയോളം ഇരുന്നും ഉറക്കമൊളിച്ചും എന്റെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും എന്റെ ഭാര്യ മരിക്കുമ്പോഴും എല്ലാം ഞാൻ ഇതിനു വേണ്ടിയെല്ലാം എഴുതിയതിൽ എനിക്ക് ആ സമയത്ത് ചെലവഴിച്ച കടലാസിന്റെയും സിഗരറ്റിന്റെയും വില പോലും ഈ പുസ്തകത്തിന് കിട്ടിയില്ല. അന്ന് ഏംഗൽസ് പറയും, നിങ്ങളത് ജർമ്മനിയിൽ എഴുതിയതുകൊണ്ടാണ് ഇംഗ്ലീഷിലാക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇംഗ്ലീഷിലാക്കിയതിനു ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവാണ്. ലോകത്ത് ബൈബിള് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചതും ഇന്ന് ഏറ്റവും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുമെല്ലാം പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവാണ്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആളുകൾ വായിക്കാൻ കാരണം പ്രതിസന്ധിയിൽ അകപ്പെടുന്ന കൃഷിക്കാരൻ 1.5 വർഷക്കാലം ഡൽഹിയിൽ സമരം ചെയ്ത കൃഷിക്കാരൻ അത് വായിക്കേണ്ടി വരും. പെട്രോളിന് വില വർദ്ധിച്ചാൽ ആ വില വർധനവിനെതിരായി സമരം ചെയ്യുന്നവൻ അത് വായിക്കേണ്ടി വരും. അരിക്കും തുണിക്കും വേണ്ടി സമരം ചെയ്യുന്നവൻ അത് വായിക്കേണ്ടി വരും. ലോകത്ത് പണിയെടുക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, ചൂഷണം ഏൽക്കപ്പെടുന്നവനെല്ലാം അത് വായിക്കേണ്ടി വരും. ലോകത്ത് ജനതയ്ക്ക് മാത്രമല്ല ഭരണാധികാരിക്കും. മാർക്സിസത്തിന്റെ പ്രത്യേകത അതാണ് ഈ പാർട്ടിയാണ്. ആ പാർട്ടിയിലാണ് നമ്മൾ. ആ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും താലൂക്ക് സെക്രട്ടറിയുമായിരുന്നു PC. ഇന്നത്തെ കാലം പോലെ ഇന്ന് എന്തൊരു സൗകര്യമാണെന്നോ, നല്ല മൈക്ക്, നിങ്ങൾ ഈ കസേരയിരുന്ന പ്രസംഗം കേൾക്കും. ഞാൻ അവിടെ നിന്ന് കാറ് വിളിച്ചു വരും. എന്തെല്ലാം സൗകര്യങ്ങളാണ്. ആ സൗകര്യം ഇന്നത്തെ സൗകര്യം പണ്ടെടുക്കും. KPC സുലോചനയും പ്രിയപ്പെട്ടവരവരെല്ലാം പാട്ടുപാടുന്നത് ഇന്നത്തെ മൈക്കിലാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ നാടകം കാണാൻ വരല്ലേ. ആയിരക്കണക്കിന് ആളുകൾ നാടകം കാണാൻ വരുന്ന സമയത്ത് KS ജോർജും KPC സുലോചനയും എല്ലാം ഒരു കോളാമ്പി പോലത്തെ സ്ഥാനം പിടിച്ചാൽ പാടണം. ശബ്ദം ഉറക്കെ പോകണം. അപ്പോ തരംഗവും രാഗവും ഋതവും ഒക്കെ പോകും. നമ്മുടെ മറ്റേയാളില്ലാഞ്ഞത് ഭാഗ്യമായി. ആര്? നമ്മുടെ സംഗീത സംവിധായകൻ മറ്റേയാള് ശരത്ത് ഉണ്ടായിരുന്നെങ്കിൽ KPC സുലോചനയ്ക്ക് മാർക്ക് കിട്ടുമായിരുന്നില്ല. അങ്ങനെ പാടി ഈ ജനങ്ങൾക്ക് വേണ്ടി പാടിയൊരു കാലമുണ്ട്. അന്ന് ഇങ്ങനെ കസേരയിൽ ഇരിക്കാൻ സീറ്റില്ല, പ്രസംഗിക്കുന്നവന് വഴിയില്ല. പ്രസംഗിക്കാൻ പോകുന്നവന് 50 രൂപ കൊടുക്കാൻ, ഒരു ചായ മേടിച്ചു കൊടുക്കാൻ സംഘാടകന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. കൃഷ്ണപിള്ള SL കായലിലൂടെ ഇങ്ങനെ നീന്തി വരും. ഈ കര മുഴുവൻ നിരോധിച്ചിരിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. അപ്പൊ കൃഷ്ണപിള്ളയ്ക്ക് അവിടെ പോകുന്നു. ഇവിടെ വയലാർ കൃഷ്ണപിള്ള SL കായലിലൂടെ ഇങ്ങനെ നീന്തുകയാണ്. നമ്മുടെ അപ്പുറത്തെ ചേർത്തല പടിഞ്ഞാട്ട് വഴി SN കായൽ വഴി അങ്ങോട്ട് പോവാണ്. കൃഷ്ണപിള്ളയ്ക്ക് ഇത് ഏതാ കായൽ, എവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. കൃഷ്ണപിള്ള ഇങ്ങനെ പഞ്ച് പറയാൻ പോകും. കൃഷ്ണപിള്ള അവിടെ നിന്ന് വരുമ്പോ ഇങ്ങനെ വരുന്ന വഴി തെങ്ങിമൻ ആളുകൾ ഇരിക്കുകയാണ്. കൃഷ്ണപിള്ള അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. പോലീസുകാർ വളയുന്നു. പോലീസുകാർ വളഞ്ഞിട്ട് വന്ന് കൃഷ്ണപിള്ളയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. കൃഷ്ണപിള്ള പറയും, നിനക്ക് കരയിൽ വെച്ചല്ലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ കടലിലാണ്. എന്റെ ഓഡിയൻസ് ആണ് ആ ഇരിക്കുന്നവരെല്ലാം. തെങ്ങിമേരിക്കാണ് ഓഡിയൻസ്. നിങ്ങൾ കസേരമേരിക്കുമ്പോ തെങ്ങിമേരുന്നാണ് ഓഡിയൻസ്. ആ തെങ്ങിമേരുന്ന ഓഡിയൻസ് കൈയടിക്കുകയാണ്. കാലനിലയും മുരളും ഋഷുവരും വർഷംവരും തിരുവോടം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കാവരും എന്ന് കക്കാടിന്റെ കവിത പോലെ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയേറെ വളർത്തിയതും കാലമാണ്. ത്യാഗത്തിന്റെ വഴി 46 തുലാം 10-ാം നാളിൽ വെടിവെപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം മാർസ് ബുധൻ, ചന്ദ്രസേനൻ, ചന്ദ്രാനന്ദൻ, അച്യുതാനന്ദൻ, PV തോമസ്, സൈമൺ ആശാൻ, KV പത്രോസ് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുകയാണ് ഒരു ക്യാമ്പിൽ. അവര് കഞ്ഞിയും പപ്പടവും കഴിച്ചുകൊണ്ടിരിക്കുക. കഞ്ഞിയും പപ്പടവും. നാളെ മരിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും എടുത്ത് കഞ്ഞിയും പപ്പടവും കഴിക്കുക. നാളെ വെടിവെപ്പുണ്ടാവും, മരിക്കൂലല്ല. ആരും മുഖത്തോട് നോക്കുന്നില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയുന്നില്ല.
ചുട്ട പപ്പടം കയ്യിലും കഞ്ഞി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ആർ സുഗതൻ ഇങ്ങനെ നോക്കും, കുമാരപ്പണിക്കരെയും ചന്ദ്രസേനയും ഒക്കെ. ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നാണ് നോട്ടം. ഇടയ്ക്ക് പെട്ടെന്ന് കൃഷ്ണപിള്ള ഓടി വരുന്നു ക്യാമ്പിൽ. കൃഷ്ണപിള്ള പറയുന്നു, 3 നേതാക്കന്മാർ ഉടനെ ഒളിവിൽ പോകണം. ടി.വി. തോമസിനോട് പറയും, കുമാരപ്പണിക്കരോട് പറയും, വി.എസ്. അച്യുതാനന്ദനോട് പറയും, ചന്ദ്രാനത്ത് 4 പേര്. ഈ 4 പേരും പെട്ടെന്ന് ഇടിക്കുകയാണ്. എണീച്ചിട്ട് അവരുടെ നോട്ടുള്ളൂ. അതെ, ഇരിക്കുന്നവര് താൽക്കാലികമായിട്ടെങ്കിലും ജീവൻ രക്ഷപ്പെടുകയാണ് ഒളിവിൽ പോകുന്നത്. താൽക്കാലികമായിട്ടാണെങ്കിലും ജീവൻ രക്ഷപ്പെടുന്നവൻ നാളെ ക്ഷണികമായി ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നവന്റെ മുഖത്ത് നോക്കുന്നൊരു നോട്ടമുണ്ടല്ലോ. കോമ്രേഡ്, ഞാൻ പോവുകയാണ്, പക്ഷേ ഒരുപക്ഷെ തിരിച്ചു വന്നാൽ നിങ്ങളെ കണ്ടോളുമില്ല. തിരിച്ച് അവന്റെ നോട്ടം, കോമ്രേഡ് ലാൽ സലാം, എങ്ങനെ നിങ്ങൾ ഒളിവിലിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുക. നാളെ രാജാവിന്റെ പിറന്നാൾ ദിവസം ഞങ്ങൾ പോരാടി പോരാടി മരിക്കും എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മരിക്കുന്നതിന്റെ തലേ ദിവസത്തായിരിക്കും. പുതിയ തലമുറയോട് ഞാൻ പറയുന്നു, നാം അതെല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കുന്ന ശക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ആ ശക്തികൾ അത്ര ചെറുതാണെന്നൊന്നും ആരും ധരിക്കില്ല. നമ്മളെ ആക്രമിക്കുന്ന ശക്തികളുടെ കുരുപ്പ് ചീട്ടെന്ന് പറയുന്നത്, അവന്റെ മലർത്തി കമത്തിയിട്ടിരിക്കുന്ന ചീട്ടെന്ന് പറയുന്നത് മതമാണ്, മതവർഗീയതയാണ്. എപ്പോ വേണമെങ്കിലും അവൻ ചുരുപ്പ് മലത്താണ്. മലത്തിയോർക്കെല്ലാം അവന് ഫലം ഉണ്ടായിട്ടുണ്ട്. അഴിമതിയും സ്വജനപക്ഷമൂലവും എല്ലാം ചെയ്യുന്ന നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വന്നില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യ പോലും അറിയാത്ത ആളായിരുന്നു. ഇന്ത്യയിൽ ഒരാളും അറിയാത്ത മുരളി മനോഹർ ജോഷിയെ പോലെ, അദ്വാനിയെ പോലെ, വാജ്പേയിയെ പോലെ, രാജ്നാഥ് സിംഗിനെ പോലെ, അറിയുന്ന പ്രമോദത്തെ ആളുകളെ പോലെയുള്ള ആളുകളായിരുന്നു നരേന്ദ്രമോദി. ആരും അറിയില്ലെന്ന് നരേന്ദ്രമോദി ഒരു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മാത്രമായി. ഡൽഹിയിൽ തന്നെ വല്ലപ്പോഴും വർക്കിംഗ് കമ്മിറ്റി ഡെപ്യൂട്ടി സ്ഥാനമൊന്നുമില്ല. ജോയിന്റ് സെക്രട്ടറി അല്ല, വൈസ് പ്രസിഡന്റ് അല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ പോലുമല്ല. പ്രിയപ്പെട്ടവരെ, അമിത്ഷാ എന്ന് പറയുന്ന ആള് നിർവാഹക സമിതി അംഗം പോലുമല്ല. ഈ 2 പേരെയും പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മുടെ ഉറക്കത്തിൽ നിന്ന്, മൗനത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ കൊണ്ടുവന്നത്? അമേരിക്കയാണ്. ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ അമേരിക്കയ്ക്ക് വേണം. തകർന്നടിയുന്ന അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ, തകർന്നടിയുന്ന അമേരിക്കയുടെ നിലനിൽപ്പിനെ പിടിച്ചു നിർത്താൻ ഒരാൾ വേണം. അത് വാജ്പേയി, കീജ്പേയി, നരേന്ദ്രമോദിമാരി, മുരളി മനോഹർ ജോഷിയും പോലെ നൊട്ടോറിയസ് ക്രിമിനലാകണം. എന്ത് ചെയ്താലും വിഷമമില്ലാത്ത ഒരാളാവണം. എന്ത് ചെയ്താലും കൊന്നാലും. ഇന്ന് 2-3 പാവപ്പെട്ട ആദിവാസികളെ ഞെരിച്ചു വന്നല്ലോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ വടക്കേന്ത്യയിലെ മുസ്ലിമിന്റെ സ്ഥിതി എന്താണ്? വടക്കേന്ത്യയിലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസഫ് അലി, ജഹാംഗീറും പോലെ വലിയ പണമുള്ളവരൊന്നല്ല. അവിടുത്തെ മുസ്ലിമിന്റെ പ്രധാന പണി ചെരുപ്പ് കുത്തലും, തോലിരിക്കലും, ചെരുപ്പുണ്ടാക്കലും, ഇറച്ചി കച്ചവടവും, അനേകന്മാർ തന്നെ ചെറിയ ചെറിയ ചാളകളിൽ, കോളനികളിൽ താമസം. ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു 75-80 കൊല്ലം മുമ്പ് കേരളത്തിൽ പട്ടികജാതിക്കാർ താമസിച്ചിരുന്ന വീടിനേക്കാൾ പ്രശ്നം. ആ ഇസ്ലാമിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അതിഭീകരം. അവനെ കൊല്ലും. പശുവിന്റെ തോൽ ഒലിച്ചില്ലെങ്കിൽ കൊല്ലും, ഒലിച്ചാൽ കൊല്ലും. പശുവിനെ ആട്ടിക്കൊണ്ടുപോയാൽ കൊല്ലും, കറന്നാൽ കൊല്ലും. പശുവിനെ വളർത്തിയാൽ കൊല്ലും, വിറ്റാൽ കൊല്ലും. പശുവിനെ ആട്ടിക്കൊണ്ടുപോയാൽ, വണ്ടിയിൽ കൊണ്ടുപോയാൽ കൊല്ലും. വാപ്പയെ കൊല്ലും, ഉമ്മയെ കൊല്ലും, മക്കളെ ബാനപത്രം. സംഘപരിവാർ, RSS ഇതെല്ലാം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന്? എന്തെങ്കിലും? ഹരിദ്വാരയിൽ സന്യാസിമാരുടെ സമ്മേളനം ചേർന്ന് 2025 ഇന്ത്യയെ ഹിന്ദു രാജ്യമായി പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അരുത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഗുജറാത്തിൽ 2 വട്ടം വർഗീയ കലാപം ഉണ്ടാക്കിയ ഒരാളാണ്. 3700 ആളെയാണ് 2 ദിവസം കൊണ്ട് കൊന്നത്. അവിടെ ഉണ്ടായിരുന്ന പോലീസ് കമ്മീഷണറായിരുന്ന പ്രിയപ്പെട്ടവരെ ശ്രീകുമാർ എന്ന് പറയുന്ന പോലീസ് DGP
ചോദിക്കുന്നുണ്ട് അമിത്ഷയോട്, എന്ത് സാർ ഇറങ്ങട്ടെ സാർ? അമിത്ഷാ പറയും, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, പോലീസ് എല്ലാം ഡ്യൂട്ടിയിൽ നിന്ന് മാറിക്കൊള്ളാം. പോലീസ് എല്ലാം സ്റ്റേഷനിലേക്ക് പിൻവലിക്കും. സംഘപരിവാർ കരാളഹസ്തവുമായി കാബാലിക വേഷത്തിൽ കടന്നു വന്ന് മാനഭംഗം ചെയ്യാൻ പെണ്ണിനെ മുഴുവൻ മാനഭംഗം ചെയ്യുകയും ആൺകുട്ടികളെ മുഴുവൻ ഹോമോസെക്ഷലിന് വിധേയമാക്കുകയും അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചാളകൾ കത്തിയെരിക്കുകയും കത്തിയെരിയുന്ന ചാളയിലേക്ക് ഗർഭിണിയെ വലിച്ചെറിയുകയും ചെയ്തതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് കണ്ടോ? ആരെങ്കിലും ചെയ്യും. ചെയ്തതിൽ ഇപ്പോൾ ഉറപ്പാക്കിയിട്ടില്ല. കാരണം FIR മാത്രമേ ഉള്ളൂ, വിസ്താരം ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ അബ്ദുൽ നാസർ മദനിയുടെ ആളൊന്നല്ല. പക്ഷെ അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടക്കുന്ന 24ാമത്തെ കൊല്ല, 1/4 നൂറ്റാണ്ട്. അബ്ദുൽ നാസർ മദനിയുടെ നിലപാടുമായിട്ടൊന്നും യോജിക്കാൻ കഴിയില്ല. പക്ഷേ അബ്ദുൽ നാസർ മദനി 24 കൊല്ലം FIR ഇല്ലാതെ, കുറ്റപത്രമില്ലാതെ, അന്വേഷകനില്ലാതെ, വാദിക്കാൻ ആളില്ലാതെ പ്രിയപ്പെട്ടവരെ ജയിലിൽ കിടക്കുന്നു. ഇവിടെ RSSകാർ ഇത്രയേറെ ഭീകരം ചെയ്തിട്ട് ഒരാളെ 8 ആളെ ഒരുവൻ വണ്ടിയിടിച്ചു പോകുന്നു. അയാളുടെ അച്ഛൻ കേന്ദ്ര ഉപമന്ത്രിയാണ്. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നും 3 നിലയുമായി നിരവധി ആളുകളെ കൊന്നു. വലിയ ബുൾഡോസറുകൾ വെച്ച് മുസ്ലിം ചേരികൾ ഇടിച്ചു മാറ്റുന്നു. ഇസ്ലാമിന്റെ പള്ളി ഈ റംസാൻ മാസക്കാലത്ത് പോലും പൊളിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മതനിരപേക്ഷ രാജ്യത്താണ് നരേന്ദ്രമോദി. മതനിരപേക്ഷത എന്ന് പറയുന്നത് പട്ടിക്ക് വിലയില്ലാത്തതായി. ഇതാണ് മതനിരപേക്ഷത എന്ന് ഞങ്ങൾ ഇഷ്ടം പോലെ പ്രസംഗം കേട്ടത്. എന്താ മതനിരപേക്ഷത? എനിക്ക് മതമില്ല എന്ന് ഏത് രാഷ്ട്രം പറഞ്ഞാൽ അതിന്റെ പേരാ മതനിരപേക്ഷത. ഒരു രാഷ്ട്രം പറയുകയാണ്, എന്ത്, ഞാൻ ഒരു മതത്തിന്റെയും ആളല്ല എന്ന് ഇന്ത്യ പറയുന്നു. ഇന്ത്യ എന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മതമായതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല, പക്ഷെ എനിക്ക് മതമില്ല. ഒരു നാടിന് മതമില്ല എന്ന് പറയുകയും നാട്ടിലെ ജനങ്ങൾ മതത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്നതിനാണ് മതനിരപേക്ഷ. മതനിരപേക്ഷ മതേതരത്വം അതാണ് അംബേദ്കർ പ്രിയപ്പെട്ടവരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അവസാനത്തെ രാത്രിയിൽ 12ാം മണിക്കൂറിൽ അംബേദ്കർ ഒരു കടലാസ് കൊണ്ടുവന്ന് നെഹ്റുവിനെ കാണിച്ചു. പ്രിയപ്പെട്ട നെഹ്റു, എന്താണ് ചെയ്യേണ്ടത്? അവിടെ നെഹ്റുവാണ് എഴുതി കൊടുത്തത് മതനിരപേക്ഷത. മതനിരപേക്ഷത എന്താ നെഹ്റു പറഞ്ഞത്? മതനിരപേക്ഷ രാജ്യമാകണം. മതം ഒരു പ്രത്യേകതയില്ല, മതം ഒരുവന്റെ വിശ്വാസം മാത്രം. രാഷ്ട്രം എല്ലാവരുടെയുമാണ്. മതത്തിന്റെ മുമ്പിൽ ഹിന്ദു ഒന്നാമതോ മുസ്ലിം രണ്ടാമതോ, മതത്തിന് മുമ്പിൽ ക്രിസ്ത്യാനി മൂന്നാമതൽ, മതത്തിന് മുമ്പിൽ പാഴ്സി വേറെമനൽ. രാഷ്ട്രത്തിന് മുമ്പിൽ എല്ലാ മതത്തിനും ഒരേ. രാഷ്ട്രത്തിന് മുമ്പിൽ വിശ്വസിക്കുന്ന അമ്പലത്തിൽ പോകുന്നവനും പള്ളിയിൽ പോകുന്നവനുമുള്ള അതേ സ്ഥാന പള്ളി പോകാത്തവനും. നിരീശ്വരവാദിക്കും ഈശ്വരവിശ്വാസിക്കും എല്ലാം ഒരേ സ്ഥാനമാണ്. നിങ്ങൾക്ക് നിരീശ്വരവാദപരമായ സമീപനമുണ്ടെങ്കിൽ പ്രചരിപ്പിക്കാൻ അവകാശം ഈ ഭരണഘടനയുണ്ട്. ഈശ്വരവിശ്വാസിക്ക് വിശ്വാസം പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ നിരീശ്വരവാദിക്ക് അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇന്റെ കടവുൾ ഇല്ലയേ ഇല്ലയേ എൻപത് താൻ എൻ മതവും എൻ തത്വശാസ്ത്രവും എന്ന് പറഞ്ഞില്ലേ രാമസ്വാമി? തമിഴ്നാട്ടിലെ രാമസ്വാമി ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? ഇല്ലല്ലോ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. സഹോദരയ്യപ്പെട്ടു ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? ഇവിടെ ജാതിയും വേണ്ട, മതവും വേണ്ട, ദൈവവും വേണ്ട. കൊച്ചിലില്ലാത്തവൻ കോപ്പ് മോഹിക്കുമോ, വക്കീലില്ലാത്തവൻ പാൽ കുടിച്ചിരുമോ, വീട്ടിലുണ്ടെങ്കിൽ ഇരുന്ന് ചോറും കിട്ടും വീട്ടിലും കിട്ടാതെ ഇരുന്നാകിലോ എന്ന് കുഞ്ചതമ്പിയാർ പാടിയ പോലെ പറഞ്ഞു. ഇവിടെ മതം വേണ്ട. സഹോദരനെ ഇപ്പൊ ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? ഞാൻ നിരീശ്വരവാദിയാണ്, എന്നെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? നിങ്ങളാരും നിരീശ്വരവാദിയാവണം ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെന്താ? ഞാൻ നിരീശ്വരവാദിയാണ്, പക്ഷെ നിങ്ങൾ നിരീശ്വരവാദിയാവണം ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പ്രത്യേകത, ലോകത്ത് ഇങ്ങനൊരു രാജ്യം, ഇതാണ് നമ്മുടെ ഇന്ത്യ. ജനാധിപത്യം, മതേതരത്വ, പാർലമെന്ററി ജനാധിപത്യവും മതേതരത്വവും ഇടയിലേക്ക് സോഷ്യലിസം എല്ലാം തിരികെ കയറ്റപ്പെട്ട രാജ്യം. മഹത്തായ നമ്മുടെ നാട്. നമ്മുടെ നാടിന്റെ ഈ മതേതരത്വം പോയാൽ കോൺഗ്രസ് നീ ചെയ്യുന്നത് സമഗ്ര വർഗീയതയെ മുക്കാൽ വർഗീയത കൊണ്ട് എതിർക്കാനാണ്.
നീ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാ? സമ്പൂർണ്ണ വർഗീയതയെ മുക്കാൽ വർഗീയത കൊണ്ട് നേരിടാൻ വേണ്ടിയാണ് കോൺഗ്രസ് പോകുന്നത്. സമ്പൂർണ്ണ വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാൻ പറ്റില്ല. അതിനെന്ത് വേണം? മതനിരപേക്ഷ ജനാധിപത്യം വേണം. സമ്പൂർണ്ണ വർഗീയതയെ ഇസ്ലാം വർഗീയത കൊണ്ട് നേരിടാൻ പറ്റും. സമ്പൂർണ്ണ വർഗീയതയെ ക്രിസ്ത്യൻ വർഗീയത കൊണ്ട് നേരിടാൻ പറ്റും. സമ്പൂർണ്ണ വർഗീയയായ RSSനെ ഏതെങ്കിലും കാറ്റഗറിക്കലായ മതത്തിന്റെ ഭാഗമായി നേരിടാൻ പറ്റും. അങ്ങനെ നേരിടുന്നു എന്ന വ്യാജേനെ SDP വരുന്നത് അതിന് വേറെ ലക്ഷ്യം. SDP-യുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ CPM-ലേക്ക് ചോർന്ന് വരുന്ന ഇസ്ലാമിന്റെ ഒരു വരവുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് 99 സീറ്റിലെത്തുന്നത്. മലപ്പുറത്ത് 4 സീറ്റായി നമ്മൾ വർദ്ധിക്കുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സീറ്റ് പ്രിയപ്പെട്ടവരെ 22-ൽ നിന്ന് മുസ്ലിം ലീഗ് 13-ആയി താഴുന്നു. മുസ്ലിം ലീഗിന്റെ കൂടെയുണ്ടായിരുന്ന പാവപ്പെട്ട ഇസ്ലാം മുസ്ലിം ലീഗിന് കൈയൊഴിഞ്ഞു. ഒരു രാത്രി കൊണ്ട് ഓർമ്മിച്ച് കൈയൊഴിച്ച് പോകുന്നത്. നാർസിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചതിന്റെ ഭാഗമായിട്ട് നിന്നതല്ല. തങ്ങളെ രക്ഷിക്കാൻ, തങ്ങളുടെ ദീനെ രക്ഷിക്കാൻ, തങ്ങൾക്ക് ഇസ്ലാമായി ജീവിക്കാൻ, തങ്ങളുടെ മതമായി ഞങ്ങൾക്ക് തുടർന്നു പോകാൻ സംഘപരിവാറിനെ തടയാൻ ലീഗിനാകില്ലെന്നും, സംഘപരിവാറിനെ തടയാൻ കോൺഗ്രസിനാകില്ലെന്നും, സംഘപരിവാറിനെ തടയാൻ വേറെ പാർട്ടികൾക്കാവില്ലെന്നും, സംഘപരിവാറിനെ തടയാൻ CPM-നാണ് കഴിയെന്നും, സംഘപരിവാറിനെ CPM തടഞ്ഞു കാണിച്ചിട്ടുണ്ടെന്നുമെല്ലാം അറിയുന്നതുകൊണ്ട് അങ്ങനെ ആളൊഴുകാൻ തുടങ്ങിയോടുകൂടി കോൺഗ്രസിന് വിഷമമായി, ലീഗിന് വിഷമമായി, RSSന് വിഷമമായി, സാമ്രാജ്യത്വത്തിനും വിഷമമായി. സാമ്രാജ്യത്വം പറഞ്ഞു അതിവേഗതയിൽ ഈ ചോർച്ച തടയണം. CPM-ലേക്ക് വരുന്ന ഈ ചോർച്ച എങ്ങനെ തടയാം? RSSനെ എതിർക്കുന്നത് ഞങ്ങളാണ്. RSSനെ എതിർക്കാൻ വേണ്ടി എന്താ ശിവരാമനെ മറ്റേ പാലക്കാട് വേലി കൊന്നു, അപ്പുറത്ത് വന്നു. RSSകാർ ഇപ്പുറത്ത് വന്നു. 1 മണിക്കൂർ കഴിയുമ്പോ അപ്പുറത്ത് വന്നു. RSSനെ വടിവാള് കൊണ്ട് ചെറുക്കത് പറഞ്ഞ ഞങ്ങളാണ്. ആയതിനാൽ എല്ലാ ഇസ്ലാമുകളും എന്റെ ചുറ്റും നിൽക്കണമെന്നാണ് SDP പറയുന്നത്. SDP നീ ചെയ്യുന്നത് കടുത്ത മതതീവ്രവാദമാണ്. പരിശുദ്ധമായ സാഹോദര്യ മതമാണ് ഇസ്ലാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ മതം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ മതം ദൂൾ എന്ന് പറയുന്ന മതം നിന്ന് ഇബ്രാഹിം നബിയിൽ നിന്ന് പിന്നീട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലേക്ക് പരിശുദ്ധനായ പരമകാരുണ്യവാനായ റബ്ബിന്റെ തിരുവടികളിൽ നിന്ന് എഴുതപ്പെട്ട അന്ധതയ്ക്കെതിരായി എഴുതിയ മതത്തിന്റെ പേരാ ഇസ്ലാം. ആ ഇസ്ലാം മതവും പരിശുദ്ധ ഖുർആനൊക്കെ ഒരുപാട് നല്ല കാര്യമുണ്ട്. അതൊന്നും ആരും ചെയ്യില്ല, അത് വേറെ വിഷയം. വാളെടുക്കുമ്പോൾ മാത്രം ശക്തി. അതിലെന്തെല്ലാം പറയുന്നുണ്ട്. ലൈംഗിക ചോദനയ്ക്ക് ഇട നൽകുന്ന വസ്ത്രധാരണം പാടില്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ലൈംഗിക ചോദനയ്ക്ക് ഇട നൽകുന്ന, ലൈംഗിക ദാഹം ഉണ്ടാകുന്നു, അങ്ങനെ പറയുള്ളൂ. പക്ഷെ എന്താ ചെയ്യുന്നത്? പെൺകുട്ടികളെ മുഴുവൻ പർദ്ദ ധരിക്കും, ആണുങ്ങൾ ബർമുടയിട്ടാണ്. ഭർത്താവ് ബർമുട, ഭാര്യ പർദ്ദ. ഒരു ഖുർആനിലും പറയുന്നു, ഒരു ഖുർആനിലും പറയില്ല. കാണിച്ചെന്നാ മതി. അന്ധതയാണത്. 50-20 കൊല്ലം മുമ്പ് പ്രിയപ്പെട്ടവരെ കേരളത്തിലേക്ക് മതചിഹ്നങ്ങളെ സ്ഥാപിക്കുകയാണ് എല്ലാവരും. മതചിഹ്നങ്ങളെ സ്ഥാപിക്കുന്നവരും പറയുന്നത് കേരളം ദൈവത്തിന്റെ രാജ്യമാണ്. ഏത് ദൈവത്തിന്റെ രാജ്യം കേരളം? എടോ, ഇതൊരു പരസ്യക്കാരന്റെ പേര്. കേരളം ദൈവത്തിന്റെ രാജ്യമാണെന്നൊരു പരസ്യക്കാരന്റെ പേരും കൊണ്ട് നടക്കാൻ നമ്മൾ. എന്ത് ദൈവത്തിന്റെ രാജ്യം? എന്താണ് നമ്മുടെ അന്ധതയ്ക്കെതിരായി എവിടെയാ കുറവ് വന്നത്? ഒരുവൻ വന്നിട്ട് യേശുക്രിസ്തുവിനെ കുരിശിലടിക്കുമ്പോ തെറിച്ച ചോര വീണ മരക്കഷ്ണം കൊടുത്തപ്പോ 1 കോടിക്ക് പിടിച്ചു. യേശുവിനെ കുരിശിലടിക്കുന്ന സമയത്ത് ചോര തെളിച്ചു, അതൊരു മരക്കഷ്ണത്തിമ്പോ വീണു. അത് പറിച്ചെടുത്തിട്ട് അയാൾ പറഞ്ഞു, ഞാൻ 1 കോടി. ശേഷൻ ഉറിയിൽ വെച്ചിരുന്ന വെണ്ണ എടുത്ത് കഴിച്ചിരുന്ന ത്രേതായുഗ കാലഘട്ടത്തിലെ ആ മംഗലം 50 ലക്ഷം രൂപ അത് മേടിച്ചു. സീസൺ വിളിച്ചിരുന്ന ഓടക്കുളൽ ഒരു ചെറിയ വളവുണ്ടെന്ന് പറഞ്ഞു, ഉയർത്തിയതാണ്. അതിന് 25 ലക്ഷം. ഈ രാജ്യത്ത് എന്തെല്ലാം ഉണ്ടായി? പരിശുദ്ധനായ നബിയുടെ പ്രിയപ്പെട്ടവരെ നഖവും പല്ലും രോമവും വിക്രമമാക്കി. ഇവിടെ എല്ലാ മതത്തിന്റെയും അന്ധതയും തോന്നിവാസങ്ങളും നടക്കുന്നില്ല. ഈ മതത്തിന്റെ അന്ധതയെ എതിർക്കുന്നത് മതത്തിനെ എതിർക്കലാണോ?
ഞങ്ങൾ ആരെങ്കിലും മതത്തിൽ നിൽക്കില്ല. ഈ 20 കൊല്ലം കൊണ്ട് 34 കന്യാസ്ത്രീ എല്ലാവരും കിണറിലൂടെ ഒക്കെ കാലിയേറ്റി. എന്തിനാ കാലിയേറ്റിയത്? ബാത്റൂമിൽ പോയപ്പോ കാലിയേറ്റി. അപ്പൊ ആണുങ്ങൾക്ക് എന്താ കാല് തെറ്റാത്തത്? അവർ ബാത്റൂം പോക്കൊന്നുമില്ലേ? ഇതൊക്കെ യുക്തിപരമായി ചോദിക്കേണ്ട കാര്യങ്ങളാണ്, യുക്തിഭദ്രതയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏത് കൂട്ടിനകത്തപ്പെടും സ്ത്രീയെ രണ്ടാം കിടക്കായി കരുതുന്നതാണ് പല മതങ്ങളും. മതാന്തത എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. കർത്താവിന്റെ തമ്പുരാട്ടി കർത്താവ് മറ്റേ ആളോ പിതാവ്? ആരാ പിതാവ്? ജയിലിൽ നിന്ന് പോകേണ്ടവർ. എല്ലാ അന്തരയും കൈകാര്യം ചെയ്യുന്നവരെല്ലാം എല്ലാ മതങ്ങളും ചിഹ്നങ്ങളാകുന്നു. കാവിക്കൊടി, കൃഷ്ണന്റെ പുറകിൽ കാവിക്കൊടി. കൃഷ്ണൻ കാവിക്കൊടിയാണ് ഒരുമിച്ച് കാശ്മീരായിരുന്നു. ഏത് ദൈവ കാവിക്കൊടിയോ? നാരായണിക്ക് ഒരു 3 ദിവസം ഈ കാവി ധരിച്ചിട്ടുള്ളൂ. എങ്ങനാ? 928 നാരായണഗുരു സമാധിയാകുന്നതിനേക്കാൾ മുമ്പ് 924 അവസാനത്തെ ശ്രീലങ്ക യാത്ര. അവസാനത്തെ ശ്രീലങ്ക യാത്രയിൽ നാരായണഗുരു ശരിക്കും മൽമൽ മുണ്ട് തോർത്തുമുണ്ടാണ്. എനിക്കെങ്ങനെ അറിയാമെങ്കിൽ ഞാൻ വിളിച്ചു പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എഴുതുന്ന സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുദേവ അങ്ങ് ലങ്കയ്ക്കല്ലേ പോകുന്നു, ഈ ഭംഗിയുള്ള വസ്ത്രം വേണമല്ലോ. അങ്ങനെ വന്നിട്ട് ഒരു കാവി ഇങ്ങനെ കൊണ്ടുവന്നപ്പോ നാരായണഗുരു പറഞ്ഞു, അത് വേണ്ട, അതിനോട് കാര്യം ചെയ്യേ, അത് മുച്ചിട്ട് തന്നാ മതി. കാവിയിൽ മുച്ചയിട്ട് തന്നാ മതി. കാവിയിൽ മുച്ച എന്താ ഗുണം? ഒന്ന്, തോർത്തുമുണ്ടൽ അഴുക്കും പോകും, രോഗാണുക്കളും പോകും, നിങ്ങൾക്കൊരു ആശ്വാസമാകും. പക്ഷേ നിങ്ങളത് എല്ലാ കാലവും ഞാൻ ധരിക്കുമെന്ന് ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, 30 കോടി ദൈവമുണ്ടല്ലോ ഈ ഹിന്ദുവിന്. 30 കോടി ദൈവങ്ങളിൽ ദൈവമോ ദൈവത്തിന്റെ മക്കളോ ബന്ധുമിത്രാദികളോ ഇളപ്പന്റെ മക്കളോ എവിടെയെങ്കിലും ആരെങ്കിലും കാവി ധരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് അമ്പലത്തിന്റെ ഉള്ളിൽ കാവി, അഷ്ടമിയുടെ ഉള്ളിക്ക് കാവി, അവിടെ ഒരു കൊടി, പിന്നെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നിടത്ത് കാവി, പിന്നെ വിളക്കിന്റെ തിരി തീർത്താൻ വരുന്നവന്റെ തലയിൽ കാവി, അവന്റെ നെറ്റിയിൽ പൊട്ടും, പൊട്ടിന്റെ മുകളിൽ പൊട്ടും, പിന്നൊരു പൊട്ടും, പിന്നെ കെട്ടും. ഏതോ ഇതെല്ലാം മതചിഹ്നങ്ങളെ സ്ഥാപിക്കലാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ അന്ധതയിലേക്ക് നയിച്ച് കമ്മ്യൂണിസ്റ്റ് പുരോഗമന രാഷ്ട്രീയത്തെ തകർക്കാൻ ആഗോള ഗൂഢാലോചനയാണിത്. ആഗോള ഗൂഢാലോചനയാണ്. ഈ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായി CPM-നെയാണ് ആദ്യം തകർക്കേണ്ടതെന്നറിയാം. CPM തകർക്കണ്ടെന്ന് വെച്ചിട്ടല്ല, ആദ്യം മെയിൻ തകർക്കുക. CPM-കാർ വിചാരിച്ച ഒരിക്കലും അവർ തകർക്കില്ല. അതുകൊണ്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ? CPM-നെ വല്ലാതെ കുറ്റം പറയുമ്പോ, മത തീവ്രവാദികൾ കുറ്റം പറയുമ്പോ ഒന്ന് ഇടപെടുന്നതിന് പകരം വേണ്ടത്ര ഇടപെടൽ ഇല്ലാതെ നിൽക്കുന്നതിന്റെ കുഴപ്പമെന്താ? ഇത് ഞങ്ങളെ തകർത്തുകൊണ്ട് പിന്നെ നിങ്ങളെ അവരുക. ആദ്യം ശക്തിയുള്ളവനെ തകർക്കാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ആദ്യം ഇന്ത്യയിൽ തകർക്കുന്നത്. ക്രിസ്ത്യാനിയോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. അത് 3 കോടിയല്ലേ ഉള്ളൂ. ഇത് 19 കോടിയുണ്ട്. ഇതിനെ കൊന്നു കൈ വിളിച്ചിട്ട് വേണ്ട ഇതിനെ കൊന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളെ, ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായി CPM-നെ തകർക്കാൻ വരുന്നവർ, അതുവഴി പാകുന്നവർ, അതുവഴി യത്നിക്കുന്നവർ, അതേവഴി അരാജകവാദികൾ, ചില NGO-കൾ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ചില പാരിസ്ഥിതികവാദികൾ, ദൃശ്യമാധ്യമങ്ങൾ, അവരെല്ലാം ചേരുകയാണ് അവരോടൊപ്പം. അവരെങ്ങനെ ചേരുന്നു? ആദ്യം CPM-നെ കശക്കി വരും. സ്വപ്ന സുരേഷിന്റെ ആള്, സ്വപ്ന സുരേഷിനെ വെപ്പാട്ടിയായിട്ട് കൊണ്ടു നടന്ന ആള്, ഖുർആന് പകരം സ്വർണം കടത്തിയ ആള്, ബൈബിൾ നടത്തിയ ആള്, ഈന്തപ്പഴത്തിൽ കടത്തിയ ആള്, ഇങ്ങനെ പതുക്കെ 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 ഇതുവരെ CPM-നോട് പറയാനോ CPM-ന്റെ നേതാവിനെ കുറിച്ച് പറയാനോ ധൈര്യമില്ലാതിരുന്ന പലവരും ഈ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് ED കടക്കുന്ന നാൾ അധിക കാലമില്ല. നമ്മളിൽ ആളുകൾ വിചാരിച്ചു ഇങ്ങനെ CPM-ന്റെ തകർച്ച കഴിഞ്ഞു, എല്ലാവരും അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ചിലവരെ കൊള്ളക്കടത്തിന്, ചിലവരെ പെണ്ണുപിടുത്തത്തിന്, ചിലവരെ അറിയമാര് തന്നെ തട്ടിപ്പിന്, ചിലവരെ അറിയമാര് തന്നെ കുഴൽപ്പണത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. 3 കൊല്ലം. പ്രിയപ്പെട്ടവരെ, 3 കൊല്ലം കൊണ്ട് എന്തുണ്ടായി? അവർ തകർന്നല്ലാതെ CPM തകർന്നു.
എന്താ CPM തകരാത്തത്? CPM കാണാൻ ഭംഗിയുള്ള ഒരുപാട് നേതാക്കന്മാരുള്ളതുകൊണ്ട് ആരാധക വൃന്ദം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും അതേമാതിരി ആളുകളിൽ ചുറ്റുമുളയുന്ന പോലെ നിൽക്കുന്നുണ്ടാണോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു, ഈ കേരളത്തിൽ ഏറ്റവും ഭംഗിയില്ലാത്ത പാർട്ടി നേതാക്കന്മാരുള്ളത് CPM. വളരെ ചുരുക്കം ചില പിള്ളേരൊക്കെ, പുതിയ പിള്ളേർ ഇവിടെയൊക്കെ വരുന്ന കുറച്ചൊക്കെ ഭേദമാണ്. പക്ഷേ നോക്കൂ, ATG നോക്കൂ, EMS നോക്കൂ, BS നോക്കൂ, നായനാരെ നോക്കൂ, ഈ NDD കുഞ്ഞമ്പന് നോക്കൂ, TV തോമാസിന് നോക്കൂ, R സുഗതന് നോക്കൂ, ഗോവിന്ദൻ നായർ. കാണാൻ ഭംഗിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, നിലപാടിലുള്ള ദാർഢ്യമാണ്, നിലപാടിലുള്ള അഴവേറാത്ത നിലപാടാണ്. ആ നിലപാട് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കുന്നത്. 3 വർഷക്കാലമായി CPM-നെ ആക്രമിച്ചിട്ട് എന്തായി? ചിലവർ വ്യക്തിപരമായി പറയുന്നവരുണ്ട്, അങ്ങനെ ചില ആളുകളുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് തടിയുള്ള ആൾ വന്നാൽ പറയും, തടിയുണ്ടല്ലോ ഒന്നും സൂക്ഷിക്കുന്നുണ്ടോ? അവന്റെ കഥ കഴിഞ്ഞു. അപ്പൊ തന്നെ അവൻ ലക്ഷോറിലേക്ക് അപ്പോഴേക്കും അവിടെ ചികിത്സ തുടങ്ങിയിട്ട് ഡോക്ടറാണെങ്കിലോ അയാള് 50 ലക്ഷം കൊടുത്തിട്ടാണ് ഡോക്ടറായിട്ട് ഇരിക്കുന്നത്. അയാൾ പറയും ഇപ്പൊ ഹാർട്ടിന്റെ ബീറ്റൊക്കെ കറക്റ്റാണ്, ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി നോക്കും. അപ്പൊ ഒരാഴ്ച ഇയാൾക്ക് ഉറക്കുണ്ടാവില്ല, അങ്ങോട്ടും കേൾക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും ചെല്ലുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, 2 ഗുളിക തരാം. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. അപ്പോഴത്തെ 2 ആഴ്ച ഉറക്കമില്ലാതെ മാനസിക രോഗമായി, മുടിയെല്ലാം നരച്ചു, മൂക്കൊക്കെ എല്ലാം ചുവന്നു തുടങ്ങും. എന്താ കാരണം? ഒരൊറ്റൊരുത്തന്റെ വർത്താനം. ഏത് തടി കൂടുതലാണ് ഒന്ന് നോക്കാം. ചിലർ വളരെ മെലിഞ്ഞു വന്നാലോ വല്ലാതെ ക്ഷണിച്ചിരിക്കുന്നുണ്ടോ, എന്തോ പ്രശ്നം. അവന്റെ കഥ കഴിഞ്ഞു. ഒരു നല്ല വീട് പണിതിട്ട് ഒരാൾ ചോദിച്ചു ഇതെങ്ങനെയുണ്ട് വീടെന്ന് വെച്ചാൽ പറയുക ഒന്നും കുറ്റം പറയല്ല. അപ്പൊ എന്ത് പറയും? വീട് തിരക്കില്ല, പക്ഷെ പൊളിക്കാൻ പ്രയാസം. ഇങ്ങനെ കുറെ ആളുകൾ പരദൂഷണക്കാർ ഏകോപിച്ച് സിൻഡിക്കേറ്റായി മാറി അവർ വേണുവിന്റെ രൂപത്തിൽ, ദൃശ്യമാധ്യമങ്ങളുടെ രൂപത്തിൽ എല്ലാം കടന്നു വന്ന് CPM ഇങ്ങനെ ആക്രമിച്ച് പരാജയപ്പെടുത്തി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്തായി? 93-ന് 99. നിങ്ങളെ എതിർത്തവരൊക്കെ ആരാ? RSP. ഒറ്റ MLA ഇല്ല, ഒറ്റ പഞ്ചായത്ത് മെമ്പറില്ല, ഒറ്റ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ടോ? ഇല്ലേ. പണ്ട് അവരായിട്ടുണ്ടോ? പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ചവറ തെക്കുംഭാഗം പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചവറ വടക്കുംഭാഗം തെക്കും പ്രസിഡന്റ്, മറ്റേ RSP ആയിരുന്നു. ആരുടെ കൂടെ നിൽക്കുമ്പോ? CPM-ന്റെ കൂടെ നിൽക്കുമ്പോ ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? CPM-ന്റെ കൂടെ നിൽക്കുമ്പോ കരുനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? RSP. ഇപ്പോ CPM-ന്റെ കൂടെ നിന്ന് മാറി ഇപ്പൊ RSPക്ക് വല്ലതുണ്ട്? മുത്തങ്ങപ്പുല്ലിന്റെ അതല പോയി ആരുമില്ല. PJ ജോസഫിന്റെ പാർട്ടിയിൽ എത്ര MLA ഉണ്ടായിരുന്നു? നമ്മളെ കൂടെ നിൽക്കുമ്പോ 7. ഇപ്പൊ എത്രയുണ്ട്? 3. എത്ര കുറഞ്ഞു? 4. എങ്ങനെ കുറഞ്ഞു? കോൺഗ്രസിന്റെ കൂടെ കൂടി. അതിൽ നിൽക്കുന്ന പല പാർട്ടിക്കും MLA ഇല്ല. UDF-ൽ നിൽക്കുന്ന പല പാർട്ടിക്കും MLA ഇല്ല, MP ഇല്ല, പഞ്ചായത്ത് മെമ്പർ ഇല്ല. എന്താ കാരണം? ചന്ദനം തൊട്ടാൽ ചന്ദനം മാറും. നിലപാടാണ് ഞങ്ങളെ വളർത്തിയത്. ഈ നിലപാടിലേക്ക് എത്താൻ പരസ്പരം ചെറുപ്പക്കാരെ ബലി കൊടുത്ത പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പരസ്പരം RSS-ന്റെ മുമ്പിൽ, SDP-യുടെ മുമ്പിൽ, വിമോചന സമരകാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട കാലത്തും കോൺഗ്രസിന്റെ മുമ്പിൽ, അതേമാതിരി ഭരണാധികാരിയുടെ മുമ്പിൽ, SDP-യുടെ മുമ്പിൽ, ഇങ്ങനെ എല്ലാവരുടെയും മർദ്ദകന്റെ മുമ്പിൽ ബലി കൊടുത്തത്. 975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കൊടുത്ത 1000കണക്കിന് ചെറുപ്പക്കാരെ വിഷം വയ്ക്കാത്ത, ഇപ്പോൾ മക്കളെ ഓർത്ത് മുലക്കണ്ണ് ചുരക്കുകയും ഗർഭപാത്രം കുടിക്കുകയും ചെയ്യുന്ന അമ്മമാർ ഈ കേരളത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അറ്റത്ത് നിന്ന് താൻ കൊണ്ടുവന്ന പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വേദനയാൽ അഭിമന്യു എന്ന് പറയുന്ന ഒരു മഹാരാജാസ് കോളേജിലെ പയ്യൻ പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റി മറന്നുപോയതിൽ വിഷമിച്ച് രാത്രി തമിഴ്നാട് വണ്ടിയുടെ ക്യാബിൽ കയറി വന്ന് മഹാരാജാസ് കോളേജിൽ രാത്രി പോസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത് പിന്നിക്കൂടെ വെട്ടിക്കൊന്നത് RSS അല്ല, SDP-ഐ. നിങ്ങളാണ്. കോൺഗ്രസ് അല്ല, അതേമാതിരി പോലീസുമല്ല, നിങ്ങളാണ്. എന്തിനാക്കുന്നത്? അയാൾ RSS-കാരനാണ്.
അയാൾ ക്രിമിനലാണോ? മയക്കുമരുന്ന് വിൽക്കുന്നവനാണോ? കഞ്ചാവ് കളിയായി വലിക്കുന്നവനാണോ? നിങ്ങളുടെ ഏതെങ്കിലും കൊടിമരം കത്തിച്ചവനാണോ? നിങ്ങളുടെ ഏതെങ്കിലും ആളെ റോഡിൽ തടഞ്ഞു നോക്കിയവനാണോ? SDPക്കാർ പറയാണ് ഞങ്ങളുടെ RSSനെ തടയും, നിങ്ങൾക്ക് ഒന്നിനും തടയാൻ പറ്റും. വാളിറക്കുമതി ചെയ്യുന്നു. ലോകത്ത് ആരെങ്കിലും അരി ഇറക്കുമതി ചെയ്യും, പഞ്ചസാര ഇറക്കുമതി. വാളിറക്കുമതി ചെയ്യുന്നവനാണ് നീ. ഭീകരവാദിയിൽ 1-ാം ഗ്രേഡിൽപ്പെടുന്നവനാണ്. ഭീകരവാദിയിൽ 1-ാം ഗ്രേഡിൽപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ആള് കുറവായതുകൊണ്ടാണ് നിങ്ങളുടെ കുഴപ്പം കുറയുന്നത്. ഭീകരവാദിയിൽ 2-ാം ഗ്രേഡുകാരൻ ആള് കൂടുതലാണ്. BJP സംഘപരിവാർ അവരുടെ എണ്ണം കൂടുതലുണ്ടോ അളവിലുണ്ടാകുന്ന മാറ്റം ഗുണത്തിൽ മാറ്റമുണ്ടാകും. അക്രമകാരികളാണ് ഇവരാണ് ഈ രാജ്യം ഭരിക്കുന്നത്, നരേന്ദ്രമോദി ഭരിക്കുന്നത്. അവർ ഈ നാടിന് ഏതാണ്ട് ഒരു പരുവമാക്കി കഴിഞ്ഞു. 6-7 വർഷക്കാലം കൊണ്ട് നമ്മുടെ നാടൊരു പരുവമായി. മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾക്ക് കൂടുതൽ നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമയായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള മ്യൂസിയത്തിന്റെ പേര് നരേന്ദ്രമോദി മ്യൂസിയമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സർവകലാശാല ഉടനെ നരേന്ദ്രമോദി സർവകലാശാലയാവുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇസ്ലാം ഇന്ത്യയിൽ വരണ്ടാൻ തീരുമാനിച്ചു. നമ്മുടെ രാജ്യത്തെ പ്രിയപ്പെട്ട പുതിയ വിദ്യാഭ്യാസ നിയമം നമ്മുടെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാം വിറ്റുതുടച്ചു. നമ്മുടെ രാജ്യത്തെ മണ്ണെണ്ണ കിട്ടാതെയായി. പെട്രോളിന് ദിവസം വില കൂടാൻ തുടങ്ങി. LIC വിറ്റു, GIC വിറ്റു, റോഡ് വിറ്റു, തോട് വിറ്റു, മാനം വിറ്റു, ആകാശം വിറ്റു, വിമാനം വിറ്റു. എല്ലാം വിറ്റപ്പോൾ ജനങ്ങളെ തമ്മിലെടുപ്പിക്കുക. എടോ, ജനങ്ങൾ യോജിച്ചതെന്ന് സമരം ജയിക്കും. അതാണ് 1.25 കൊല്ലം സമരം ചെയ്ത കൃഷിക്കാരന്റെ സമരം. അവിടെ ഒരു ആവശ്യത്തിന് അവരുടെ സമരം അവരെ ഭിന്നിപ്പിക്കാൻ പറ്റി. പാകിസ്ഥാനി വിളിച്ച് കളിയാക്കിയിട്ട് മാറിയോ? ഖലിസ്ഥാനി വിളിച്ചിട്ട് മാറിയോ? മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് ആക്ഷേപിച്ചിട്ട് മാറിയോ? അവിടെ ഇരുന്ന് സമരം ചെയ്ത് അവസാനം നരേന്ദ്രമോദി ക്ഷമിക്കണം. ആരോടാ പറഞ്ഞത്? പാകിസ്ഥാനിലെ പഴയ ഇമ്രാൻഖാനോടല്ല പറഞ്ഞത്. ബൈഡനോട്, അമേരിക്കയിലെ ബൈഡനോടല്ല പറഞ്ഞത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോടല്ല പറഞ്ഞത്. നാട്ടിലെ കൃഷിക്കാരോട് ക്ഷമിക്കണം. മാപ്പ്. അതാണ് മനുഷ്യന്റെ ഐക്യം. ഭക്ഷണത്തിനും മരിക്കും തൊഴിക്കും വേണ്ടി ഒരു സമരത്തിലേക്ക് ജനത വന്നാൽ അവിടെ ജാതി മതം മാറും. വിശപ്പിനേക്കാൾ വലുതായ വേറൊന്നും ലോകത്തില്ല. വിശപ്പാണ് ഈ ഭൂമിയിലെ ഏറ്റവും വേദനിക്കുന്ന രംഗം. പലവർക്കും വ്യത്യസ്തമായി. വില കൂടിയ സത്തില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നവരുണ്ട്. ഏറ്റവും പൊക്കമുള്ള ചെരുപ്പില്ലാത്തത് കൊണ്ടും വില കൂടിയ, അതേമാതിരി മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടും വില കൂടിയ അത്യാവശ്യ സൗകര്യങ്ങൾ ഇല്ലാത്തതുമാണ് ഏറ്റവും. അതൊന്നുമല്ല ദുഃഖം, വിശപ്പാണ്. ഞാൻ പറഞ്ഞതല്ല, പരമശിവൻ പാർവതിയോട് പറഞ്ഞു. പാർവതി പറയും മക്കളില്ലാത്തതാണ് ദുഃഖം. ശിവൻ പറയും മക്കളൊന്നല്ല പാർവതി, മനുഷ്യന്റെ വിശപ്പ്. അപ്പൊ പാർവതിയുടെ മുമ്പിൽ ഒരാൾ തപസ് ചെയ്യുന്നു കുട്ടികൾക്ക് വേണ്ടി. ശിവൻ ഉടനെ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ സ്ത്രീയോട് ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ടത്? അപ്പൊ സ്ത്രീ പറയും, എനിക്ക് മക്കളില്ല. ഉടനെ മക്കൾ വേണം. എത്ര വേണം? ദൈവം വിചാരിച്ച ഗൈനോക്കോളജിയൊക്കെ പഠിച്ചാണുള്ളത്. അപ്പൊ പറയും, എത്ര വേണം? അങ്ങയുടെ ഇഷ്ടം പോലെ. എന്നൊരു 10 ഇരിക്കട്ടെ. ഇപ്പോഴാണ് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ളത്. 10 മക്കളായി, 10 പേരെയും വളർന്നു, കുട്ടികളായി. അങ്ങനെ ആദ്യം ഒരു ഭക്ഷണമൊക്കെ ഉണ്ടായി, പിന്നെ പട്ടിണിയായി മാറി. ആദ്യത്തെ മോള് മരിച്ചു, അമ്മ അലറി കരയാൻ തുടങ്ങി. 2ാമത്തെ മോള് മരിച്ചു, അമ്മ തേങ്ങാൻ തുടങ്ങി. 3ാമത്തെ മോള് മരിച്ചു, അമ്മ ഏങ്ങാൻ തുടങ്ങി. 4ാമത്തെ മോള് മരിച്ചു, അമ്മ വെറുതെ കണ്ണുനീര് പൊഴിക്കാൻ തുടങ്ങി. 5ാമത്തെ ഇങ്ങനെ മരിക്കും തോറും അമ്മ കരച്ചിൽ. അവസാനം അമ്മ മരിക്കാറായി. അപ്പൊ ആ വിശക്കാറായി അമ്മ വയറ് പൊത്തിപ്പിടിച്ച് നോക്കുമ്പോൾ ഉറിയിൽ ഒരു മൺകലത്തിൽ ധാന്യപ്പൊടി ചാടി നോക്കി എത്തണില്ല, പൊക്കം നോക്കി എത്തണില്ല. അപ്പൊ എന്ത് ചെയ്തു? മരിച്ച മക്കളെ ഒന്നിന്റെ മുകളിൽ കിടത്തി പൊക്കമാക്കി അതിന്റെ മുകളിൽ കയറി നിന്ന് ഈ പൊടിയെടുക്കുന്ന നേരം പരമശിവൻ പാർവതിയോട് പഴയ പ്രേമനസിന്റെ സിനിമയിൽ പറയുന്ന പോലെ, മണ്ടി പെണ്ണേ, നീ കണ്ടോ സ്വന്തം 10 മാസം 9 നാഴിക 10 വിനാഴിക മുമ്പ് പ്രസവിച്ച മക്കളെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ വെള്ളിയെടുക്കാൻ പൊക്കം മുറിയില്ലാത്തതിന്റെ ഭാഗമായി പൊക്കത്തിന് സ്റ്റൂളും ബെഞ്ചും വെക്കുന്ന പോലെ വച്ച് അവനവന്റെ വിശപ്പ് മാറ്റാൻ ശ്രമിക്കുന്ന അമ്മയെ നീ കാണുന്നുണ്ടോ? വിശപ്പ്. ഈ ലോകത്തെ ദശകോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം വിശപ്പ്. ആ വിശപ്പ് മാറ്റാൻ നരേന്ദ്രമോദിക്ക് വല്ല പ്ലാനുണ്ടോ? വിശപ്പുന്ന ആളുകളുടെ പ്ലാനുണ്ടോ? ചേരികളിൽ താമസിക്കുന്നവർ,
കോവിഡ് രോഗം വന്ന് മരിച്ചുപോയവർ, അവന്റെ ബന്ധുമിത്രാദികൾ, ഗോതമ്പ് പാടത്ത് കൊയ്തെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, മുളക് പാടത്ത് വിഷമിക്കുന്നവർ, ഉള്ളും പരിപ്പുണ്ടാക്കുന്നവർ, തക്കാളി ഉണ്ടാക്കുന്നവർ, നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർ, അവരുടെ മേൽ മെക്കെട്ട് കയറുന്ന RSSും അതേ മനുഷ്യൻ എല്ലാം ഇസ്ലാം ആകെ പാകിസ്ഥാൻ. ഇന്ത്യൻ ക്രിക്കറ്റിൽ പണ്ടേ ക്രിക്കറ്റിൽ ഇന്ത്യ 25 പ്രാവശ്യം കളിച്ചിട്ട് 24 തവണയും പാകിസ്ഥാനിൽ ജയിച്ചു. 25ാമത് ഇതാ നോക്കാൻ കാരണം ഇവിടെ സമ്മർദ്ദമാണ്. നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. ബോംബ് കൊണ്ടുവരാണല്ലോ പാകിസ്ഥാൻ ബൗൾ ചെയ്യാനായിട്ട്. ഈ രാജ്യത്തെ പത്രക്കാരും ദൃശ്യമാധ്യമങ്ങളും പാകിസ്ഥാൻ ഏതൊരു ശത്രു രാജ്യമാണെന്ന് വരുത്താനും പാകിസ്ഥാൻ ഇന്ത്യയും ഒരുമിച്ച് ചേർന്ന തീവാറും എന്തുണ്ടായി? എല്ലാ കളിയിലും ജയിച്ച് സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെ രോഹിത് ശർമ്മ, അതേമാതിരി ലോകേഷ് രാഹുൽ, വിരാട് കോഹ്ലി തുടങ്ങിയ ലോകപ്രസിദ്ധരായ ബാറ്റ്സ്മാൻമാർ 5 റണ്ണ് 3 റണ്ണ് 2 റണ്ണ് കളി തോറ്റപ്പോ ഇന്ത്യൻ ടീമിനെ ആക്രമിച്ചുകൊണ്ട് RSS രംഗത്ത് വന്നു. എന്താ RSS പറഞ്ഞത്? കളി തോക്കാൻ കാരണം മുഹമ്മദ് ഷാമിയാണ്. ആരാ മുഹമ്മദ് ഷാമി? ഒരേ ഒരു മുസൽമാനുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ. അയാളുടെ പേരാ മുഹമ്മദ് ഷാമി. മുഹമ്മദ് ഷാമി ലോകോത്തര ബൗളറാണ്. പക്ഷെ ഇസ്ലാമിനെ ചൂണ്ടി ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യയിലെ ജനങ്ങളെ ആക്രമിക്കും. ഇസ്ലാമിനെയാണ് ചൂണ്ടുന്നത്. നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിനെ ആക്രമിക്കാൻ RSS വന്നാൽ RSSനെ ഇങ്ങനെ എതിർക്കണം. വാളുകൊണ്ടാണ്, നയം കൊണ്ട്, നിലപാട് കൊണ്ട്, അർത്ഥശാസ്ത്രം കൊണ്ട്, തിയറി കൊണ്ട് എതിർക്കണം. തെറ്റാണ് അവന്റെ വഴിയെന്ന് പറയണം. തെറ്റാണ് അവന്റെ വഴിയെന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാൻ വന്നാലോ തടയണം. തടയുന്നവനെ കൊന്നാലോ വീണ്ടും തടയണം. വീണ്ടും തടയുന്നവനെ വീണ്ടും കൊന്നാലോ. മൈക്കിലുള്ള ഞാൻ പറയുന്നു, എല്ലാവരും പിടിച്ചു കൊടുക്കാം. ഞങ്ങൾ ആരെയും കൊല്ലാൻ തീരുമാനിക്കുന്നില്ല. തടയും, ചാവും, വീണ്ടും തടയും, ചാവും, ഇതിന്റെ പുറകോട്ടടിക്കും, വീണ്ടും ഒന്ന് കൊല്ലും, ചാവും. പിന്നെ ചത്ത് ഞങ്ങളുടെ ആളുകൾ ചോദിക്കും, നമ്മളിങ്ങനെ ചാവാൻ മാത്രമുള്ളവരാണ് ചോദിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ചാവാതെ നോക്കണമെന്ന് അവരോട് പറയും, കൊല്ലാൻ പറയും. ഏതോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർത്തിയത് അങ്ങനെയാണ്. എല്ലാം ഏത് ഇല്ലിലച്ചാത്തിനപ്പുറം അസ്തമയത്തിന്റെ ശോണിമ അസ്ത്രശീകാരവും കാതു തുളച്ചൊരു ദുശ്രവണ പക്ഷി ചൂളമടിച്ചതോ ദുശ്രവണങ്ങളാം ശബ്ദങ്ങൾ, പുസ്തക ദൃശ്യങ്ങൾ, എത്രയോ ദൈന്യ ദുരന്തങ്ങൾ പിന്നിട്ട് പോണവർ നാം. ഒരു ജീവിതത്തിനകത്ത് നാം ജീവിക്കും. ഒരു ജീവിതം കൂടി തോഴിയൻ സച്ചിദാനന്ദ മാഷകമാണ്. ഒരു ജീവിതത്തിനകത്ത് നാം ജീവിക്കുമ്പോൾ അതിനും ജീവിതം കൂടിയും. ഒരു പാട്ട് കേട്ട് നാം ഉറങ്ങുമ്പോൾ അപ്പോഴും ഒരു പാട്ട് വേറെ കേൾക്കും. അതാ കമ്മ്യൂണിസം. ഒരു പാട്ട് നമ്മൾ ഉറങ്ങുക മാത്രമല്ല, വേറെ പാട്ട് കേൾക്കുന്നുണ്ട്. മരണത്തിന്റെ മുമ്പിൽ മുട്ടമുടക്കാതെ വെടിവരും മക്കളെ വഴിമാറാതെ മുന്നോട്ടെന്ന് പറഞ്ഞ് 13 വയസ്സായ അനഘാശയനെ ബലി കൊടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ്. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ RSS നിങ്ങളുടെ വഴിപാട് ഇറക്കുമതി ചെയ്തിട്ടല്ല. മുസ്ലിം നീ തീവ്രവാദം കാണിച്ചാൽ നിനക്കെതിരായ പരാമർശങ്ങളെ അർത്ഥവത്താക്കാൻ RSSന് കഴിയും. നീ തീവ്രവാദിയാണെന്ന് മുദ്ര കുത്തിയാൽ നിനക്കെതിരായി ഹിന്ദുക്കളെ സംഘടിപ്പിക്കാനുള്ള ഈ കേരളത്തിലെ തടസ്സം അവന് നീങ്ങും. കേരളത്തിലെ തടസ്സം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇസ്ലാം വരാതിരിക്കാൻ SDP അയാളെ പിടിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസായ ഹിന്ദുവിനെ പിടിക്കാൻ RSS ശ്രമിക്കുന്നു. RSSനെ കൊന്നാൽ ആരും ചോദിക്കാനില്ലെന്ന വിലാപത്തിൽ അവൻ ഹിന്ദുവിനെ കൊല്ലിരിക്കുന്നു. ഇസ്ലാമിനെ കൊന്നാൽ തടയാൻ ഞങ്ങളുണ്ട് എന്ന ഭാവത്തിൽ ഈ ഇസ്ലാമിനെ വർഗീയ വിളിക്കുന്നു. 2 വർഗീയതയും കൂടി ചേർന്ന് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ മറക്കും. ശീലിതിരിയും എല്ലാ ഗ്രാമങ്ങളിലും ശ്മശാന മുഖത്തിലേക്ക് ജനതയെ എത്തിക്കുന്നു. തമ്മിലടിയുടെ ഭാഗമായി പ്രിയപ്പെട്ടവരെ എന്തും പറയാം. PC ജോർജൊക്കെ പറയുന്നത് കേട്ട അയാൾ ജീവപെടുന്ന കിടക്കേണ്ടവർ. എന്താ പറയുന്നത്? ഇസ്ലാമിൽ ചായ കുടിക്കാൻ വന്ന ഒരാൾ വന്ന് 2 തുള്ളി മരുന്ന്. എന്ത് മരുന്ന്? വന്ധീകരണത്തിന്. ഇയാളൊക്കെ ഏത് ലോകത്ത് ജീവിക്കേണ്ടതല്ല. ഇയാളൊക്കെ ചീട്ടിപ്പ് ആയിരുന്നില്ല. പിന്നെന്താ പറയുന്നത്? ഹലാൽ. എങ്ങനെയാ ഭക്ഷണമൊക്കെ ഇങ്ങനെ വേവിച്ച് ബിരിയാണി ചെമ്പൊക്കെ വിദ്യ എന്തോരും ഇല്ലാത്ത തർപ്പിച്ചത്. അപ്പൊ ഹലാലായി.
മാനസിക രോഗമുള്ളവന് ആശുപത്രിയാണ്. പക്ഷെ വിലയ്ക്കൊണ്ട് കോണമെടുക്കുന്നവർ എന്ത് ചെയ്യണം? അച്ഛന്റെ അസുഖമൊക്കെ മാറി. എങ്ങനെ ഇപ്പോ പ്രാന്തിൽ ശമനമുണ്ട്. എന്താ ശമനം? അകത്ത് ചായ കൊടുക്കാൻ പോകുമ്പോ അച്ഛൻ ഇങ്ങനെ ഒലക്കൊണ്ട് കോണമെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. PC ജോർജ് തനിക്ക് BJP ആകണമെങ്കിൽ ആയിക്കോ, താൻ എന്തെങ്കിലും BJPയുടെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ അതും ആയിക്കോ. പക്ഷെ PC ജോർജ് ഹലാൽ ഭക്ഷണം അതല്ലോ. ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോര ഇല്ലാത്ത, ചോര വാർന്ന് പൂർണ്ണമായ ഭക്ഷണമാണ് ഇസ്ലാം കഴിക്കുക. അത് കോഴിയുടെ ആയാലും ആടിന്റെ ആയാലും പൂത്തിന്റെ ആയാലും എല്ലാം. ഇങ്ങനെ ചോര മുഴുവൻ വാർന്നൊലിക്കുകയെന്നറിയോ? ഈ ആടിന്റെ ആയാലും പോത്തിന്റെ ആയാലും മനുഷ്യന്റെ ആയാലും ഈ കഴുത്ത്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ കൊന്നിട്ടൊന്നുമില്ല, കഴുത്തിന്റെ എല്ലിങ്ങനെയാണ് പൊട്ടിയിട്ട് അറുത്താൽ എല്ല് വന്ന അറുത്ത ഭാഗത്തേക്കാണ് വീഴും. അപ്പൊ ചോര പൂർണ്ണമായി വാർന്നൊലിച്ചു പോകും. മരണത്തിൽ വേദനയും കുറയും. ആ വേദന കുറയുകയും വിശപ്പാറ്റാൻ ഭക്ഷണത്തിന് വേണ്ടി വേദന കുറച്ച് ചോരയാറ്റി കഴിക്കുന്ന ഭക്ഷണമാണ് ഹലാൽ. അപ്പോ RSSനെതിരായി ഹലാൽ ഭക്ഷണത്തിന് എതിർക്കുന്നു. പാവപ്പെട്ട ഏതെങ്കിലും ഇസ്ലാമും മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വഴി അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമുള്ള ഏതെങ്കിലും റംസാൻ മാസക്കാലത്ത് ഹലാൽ ഭക്ഷണം ഉണ്ടാകുമെന്ന് എഴുതി വെച്ചാൽ അവനോട് പോയി കഴിക്കാതെ. അതാണ് ഹലാൽ. അല്ലാണ്ട് തുപ്പുന്നത് നേപ്പാളിയല്ല അവിടെ വേദിക്കുന്ന അയാൾ നോക്കി. ഹലാൽ ഭക്ഷണം അതുപോലെയാണ് നമ്പൂരീസ് ഹോട്ടലിൽ എഴുതി വെച്ച് അവിടെ ബീഫ് കറി കിട്ടില്ല എന്ന് ഉറപ്പല്ല. ആര്യാസ് എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ട് ചേട്ടാ 2 ബീഫ് ഫ്രൈ ഒരു പൊറോട്ട എടുക്കാൻ വേണ്ടി. അതെന്തിനാ എഴുതി വെക്കുന്നത്? അത് ഹിന്ദുക്കൾ, വെജിറ്റബിൾ സസ്യഭക്ഷികളായ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ അവിടെയുള്ള ഭക്ഷണം എന്താണെന്ന് അറിയിക്കാനുള്ള അവസരമാണ്. ചെണ്ട കൊട്ടി ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല, അതിന് പകരമോ എഴുതി വയ്ക്കും. അതുവരെ ഹലാല് പോകാവൂ. പക്ഷെ ഹലാലിനെ STP എങ്ങനെ കൈകാര്യം ചെയ്തു? ഹലാൽ ശർക്കര ഉണ്ടായിരിക്കും. ഹലാൽ ശർക്കര എങ്ങനെ കഴിച്ചു കുടിക്കോ? ശർക്കരയുടെ ഹലാൽ പപ്പടം, പപ്പടത്തിന്റെ കഴിച്ചങ്ങനെ ആരെ പിടിച്ചു? ഏതോ ഇതിനെ പറയുന്നത് 2 വർഗീയത എന്ന് പറയുന്നത്. ഈ 2 വർഗീയതയിൽ CPM-നെ ക്ഷീണിപ്പിക്കാൻ തിരുവിതാംകൂർ മധ്യഭാഗങ്ങളിലെല്ലാം ഇടയ്ക്കെങ്കിലും കഴിയുമോ എന്നാലോചിക്കുന്ന ചില ബിഷപ്പുമാരും PC ജോർജിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. തട്ടുംപുറത്താശു മൃഗാഭിരാജൻ പൊട്ടക്കുളത്തിൽ പുളവൻ പണിയുടൻ കാട്ടാളരിൽ കാപ്പിരിക്കാമതി. എല്ലാവരുടെ ചേരാണ്. കൃഷ്ണദാസ് നടന്നു വരുന്നു, സുരേന്ദ്രൻ പറന്നു വരുന്നു, മന്ത്രി മുരളീധരൻ കോപിച്ചു വരുന്നു. അങ്ങനെ കേരളത്തെ BJP ബന്ധാക്കാൻ നിനക്ക് കഴിയില്ല. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളർന്നത് അയ്യങ്കാളിയുടെ പുറകിലൂടെ വന്നു. CPM ഇവിടെ വലുതായത് നാരായണ ഗുരുവിന്റെ വചനങ്ങളിൽ നിന്ന്. വാഗ്ബടാനന്ദ സ്വാമിയും പൊയ്കയിൽ യോഹന്നാനും പൊൻകുന്നം വർക്കിയും അബ്ദുൾ റഹ്മാൻ സാഹിബും വള്ളത്തോളും കുമാരനാശാനും വയലാർ രാമവർമ്മയും ഭാസ്കരൻ മാഷും ഇങ്ങനെ കടന്നു വന്നാൽ ആധുനിക കവികളും കലാകാരന്മാരും സാഹിത്യകാരന്മാരും അവരെല്ലാം നടത്തിയ ജാഞ്ചല്യമാനമാർന്ന സമരങ്ങളും പ്രക്ഷോഭണങ്ങളും 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന സമരവും കുടിയടപ്പവകാശ സമരങ്ങളും പ്രക്ഷോഭണങ്ങളും എല്ലാം വഴി ഞങ്ങൾ വെട്ടിയുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേരും മണ്ണിലേക്കെല്ലാം പോയിട്ടുള്ളത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്. അതിവേഗതയിലൊന്നും ഞങ്ങളെ പറിച്ചു മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. ചിലപ്പോ ഒരെണ്ണം പറഞ്ഞു എന്ന് വരും, മുറിക്കുന്നവരെ പറിക്കുന്നവരെ കയ്യും മുറി. CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും പ്രിയപ്പെട്ടവരെ ഒരു BJP ഇതുവരെ പോയിട്ടില്ല. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ പോലും പോയിട്ടില്ല. CPM-ന്റെ ഒരു നേതാവിനെ BJP പഠിച്ച പണി 18 മാത്രമല്ല 1.5, 2.5, 3.5, 10.5 കോടി ഇതാ എന്ന് എഴുതി വെച്ചാലും ഞങ്ങളില്ല. ഈ നാണം കെട്ടവന്റെ സംസ്ഥാനത്തിലേക്ക് പറയുന്നവരാണ്. അത് SDPയിലേക്ക് മനസ്സിലായില്ല. ഞങ്ങള് പാർട്ടിക്ക് കാശായി. പാർട്ടിക്ക് എവിടെ പാർട്ടിക്ക് കാശ്? പാർട്ടിക്കൊക്കെ നല്ലോണം കാശുണ്ട്. ഞങ്ങളിൽ ഫണ്ടും അതെല്ലാം എന്തെങ്കിലും ചെലവഴിക്കാറുള്ളതല്ല. അതിലെല്ലാം പണികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രിയപ്പെട്ടവരെ ലോക്കൽ എവിടെയാണ് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരൊക്കെ തിരിച്ചു അവരെ മുഴുവൻ സത്യം ഇരിപ്പൊക്കെ കണ്ടാൽ 90% ആളുകൾക്കും വിശപ്പ്. അല്ലെങ്കിൽ വിശപ്പൊക്കെ തൽക്കാലം ഉച്ചയ്ക്ക് ലോക്കൽ കമ്മിറ്റിയെ മൂളിക്കാൻ മുടി മുണ്ടൊക്കെ കണ്ടറിയാം മുഷിഞ്ഞ മുണ്ടാണ്. ഇനി
ഏരിയ കമ്മിറ്റിയിൽ ഒരു 60% ആളുകൾക്കും ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പഴയ പോലത്തെ ദാരിദ്ര്യമാണ്. മകളുടെ കല്യാണം, പഠനം, വിദ്യാഭ്യാസം, അപ്പുറത്ത് അയലക്കത്തെ കല്യാണം വരുമ്പോൾ സഹായിക്കേണ്ടത് ഭാര്യയുടെ രോഗം, ഭാര്യയുടെ അച്ഛന്റെ വയ്യായ്മ, ഭാര്യയുടെ അമ്മയുടെ കിഡ്നി ട്രബിൾ, അതിന് ഇത്തിരി പൈസ കൊടുക്കേണ്ടതുണ്ട്, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോകേണ്ടതുണ്ട്, അവിടെ ഇത്തിരി പൈസ കൊടുക്കേണ്ടത് എന്ന അലച്ചിലും ആപലാപികളും തീർന്ന AC മെമ്പർമാരുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആപലാപിയാണ്, അതിന്റെ എത്ര ഇരട്ടിയാണ് ബ്രാഞ്ച് സെക്രട്ടറി. പുരുഷ മരണവും ഉയർത്തെഴുന്നേൽപ്പും എപ്പോഴും നടക്കുന്ന ഒരു ഘടകമെന്നുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി. മരണം നടക്കും, ഉയർത്തെഴുന്നേൽപ്പും. എന്താ കാരണം? മനുഷ്യ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് എൽസിന്റെ കിட்ட കത്ത് വന്നു, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വന്നു, നാളെ LC മെമ്പർമാരുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും യോഗമുണ്ട്, ഉടനെ വരണമെന്ന് പറയുമ്പോൾ കരിപെടുത്തുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നു, ഇങ്ങനെ ഇതിന്റെ ആവറേജ് ചിലപ്പോൾ കുറഞ്ഞു വരുന്നു പറയും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4 ചില്ലാൻ ലക്ഷം മെമ്പർമാരിൽ പ്രിയപ്പെട്ടവരെ 140 MLA-മാരെ കേരളത്തിൽ എല്ലാവർക്കും കൂടി, 545 MP-മാരെ എല്ലാവർക്കും കൂടിയുള്ളൂ. 4 ചില്ലാൻ ലക്ഷത്തിൽ ഈ ബാക്കിയുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണോ, മെമ്പർമാരാണോ, MLA ആണോ, മന്ത്രിയാണോ, ഏതെങ്കിലും കോർപ്പറേഷൻ ചെയർമാൻമാരാണോ? വളരെ കുറച്ചു പേർ മാത്രമാണ് വെള്ളം തോർന്നിട്ടുള്ള ആളുകൾ, എന്തെങ്കിലും അലവൻസ് പറ്റുന്നവർ. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ആക്ഷേപിച്ച് CPM കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്. CPM ഇപ്പോഴും അതിന്റെ മുന്നോട്ട് പോക്ക് വളർത്തുക. അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ എതിർപ്പ് നിർത്തണ്ട, തുടർന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 99 തൃക്കാക്കര കഴിയുമ്പോൾ 100 അത് കഴിഞ്ഞാൽ ഈ 2 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ആക്രമിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ 102 അത്ര ആക്കരുത്. അഹങ്കാരം കൂടി ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇനി ഞങ്ങളെ കൂട്ടം 140 ആളായ പിന്നെ ആരും നിയമുണ്ടാവില്ല. ആരും നിയമസഭയിൽ പറയാൻ എടോ, നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീതിക്ക് പറ്റിയ സാധനമല്ല, നിലപാടിന് പറ്റിയതല്ല. ഞങ്ങളെടുക്കുന്ന സമീപനം അത് ഏത് വികസനമായാലും ഞങ്ങൾക്ക് സമ്പാദിക്കാനല്ല, നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സമ്പാദിക്കാനാണെന്നാണ്. ഞങ്ങൾക്ക് സമ്പാദിക്കാനല്ല എന്ന് ജനങ്ങൾക്കറിയാം. വെള്ളപ്പൊക്കം വന്നപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സഹായിക്കാനാണ്, കോവിഡ് വന്നപ്പോൾ മുമ്പിൽ വന്നത് ഞങ്ങൾക്ക് സഹായിക്കാനാണ്, പണമുണ്ടാക്കാനാണ്. ഞങ്ങൾ മുമ്പിൽ വന്നപ്പോ ആള് പറഞ്ഞു, അയ്യോ ഇങ്ങനെ എന്നും വന്ന് പത്രസമ്മേളനം, അതൊന്നും ശരിയല്ല. എന്താ വേണം? വെള്ളപ്പൊക്കം പറഞ്ഞ ഉടനോടിക്കോ ചാവണ എന്താ പറയേണ്ടത്? ഞാനിപ്പോ ഡോക്ടറെ കണ്ടു, താൻ നാളെ മരിക്കൂട്ടോ, പേടിക്കണ്ട, പൊട്ട. അതിലിപ്പോ എന്താ പറയാ, പുറത്ത് തട്ടിയിട്ട് പറയും വയ്യാടോ, പറയുമ്പോ പറയും പോടോ. ഒരാഴ്ച കഴിഞ്ഞ് തന്റെ എല്ലാ അസുഖവും മാറും. ഇപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് താൻ വീണ്ടും വരും. നമ്മൾ ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് വീണ്ടും 1000 പാദസരങ്ങൾ ഗിരിഞ്ഞെന്ന പാട്ട് പാടും. പാട്ട് പാടിക്കഴിയുമ്പോൾ കുമാരക്കുറുപ്പിന്റെ കടയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ചായ മേടിച്ചു കുടിക്കും. താൻ പരിപ്പോടയും ഞാൻ ചായയും മേടിക്കും. വീണ്ടും നമ്മൾ മരണം വരെ ജീവിക്കും. പോടും. അതാണ് മനുഷ്യൻ, സംസ്കാരമുള്ള മനുഷ്യൻ വീട്. അതാണ് പിണറായി ചെയ്തത്. ഇത് വെള്ളപ്പൊക്കം മൂപ്പർക്ക് തടയാൻ പറ്റിയതാണ്. ആഗസ്റ്റ് 13, 14, 15 3 ദിവസത്തെ മഴ കൊണ്ടാണ് കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നത്. 15-ാം തീയതി രാത്രിയോടുകൂടി വലിയ ഭീകരമായി നമ്മുടെ പെരിങ്ങൽ കുത്തടക്കം പൊട്ടുമെന്നുറപ്പായി. 4 or 5 പ്രിയപ്പെട്ടവരെ അണക്കെട്ടുകൾ പൊട്ടിയാൽ 10 ലക്ഷം ആള് മരിക്കുമായിരുന്നു. 2 ദിവസം കൂടി മഴ പെയ്യും. അവരെല്ലാം ഭയമില്ലാതെ പേടിച്ച് എവിടെയെങ്കിലും പോയി വീഴാതെ തടഞ്ഞു നിർത്തി അവർക്ക് ആവശ്യമായ സഹായം പരമാവധി. കോവിഡ് വന്നപ്പോൾ ഇന്ത്യയിലെ ലോകത്ത് ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ്, ഒരു അണ്ണാറക്കണ്ണന്റെ കൂട് പോലെയുള്ള കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ എല്ലാവർക്കും ഫ്രീയായി വാക്സിനേഷൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതിനിടയിൽ ഞങ്ങൾ പറഞ്ഞു, ഈ തിരക്കിലും പൈസയില്ലായ്മ വിഷമിക്കണ്ട, 515 പാലം ഞങ്ങൾ പണിയും, വിഷമിക്കേണ്ട, എല്ലാ റോഡും ടാറിയും. കിഡ്നിയിൽ വരുന്ന പണം കൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. ജനങ്ങളുടെ പണം ചെലവഴിക്കില്ല, ജനങ്ങൾക്ക് ശമ്പളം മുടങ്ങില്ല, പെൻഷൻ മുടങ്ങില്ല. വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്ന അധ്യാപകന് പണം കൊടുക്കുന്ന പോലെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന പെൻഷൻകാരന് പെൻഷൻ കൊടുക്കും. നീതിപൂർവമായി സാമ്പത്തിക വിതരണം ചെയ്യും. ആ
നീതിപൂർവമായ സാമ്പത്തിക വിതരണത്തിന്റെ ഭാഗമാണ് ഈ മലയാളത്തിലെ ഗവൺമെന്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ 2 കൈയും നീട്ടി ജനം രണ്ടാമത് സ്വീകരിച്ചത്. ഒരു പൂവ് ചോദിച്ചപ്പോ പൂങ്കാവനമാണ് ജനം തന്നത്. ഇനിയും ജനതയുടെ ഒപ്പം നിൽക്കാനാണ് ഞങ്ങളുള്ളത്. ജനതയെ അകറ്റാനോ ജനതയെ എടുക്കാനുമല്ല, നരേന്ദ്രമോദിയെ പോലെ കൊല്ലാനല്ല. ബദലാണ് 57-ൽ ഞങ്ങൾ ആരംഭിച്ചത് കുടിയടപ്പവകാശം, 67-ൽ കാർഷിക ബന്ധതയും, 80-ൽ കർഷകത്രാളി പെൻഷൻ, 87-ൽ സാക്ഷരതാ പ്രസ്ഥാനം, 95-ൽ ജനകീയാസൂത്രണം. ഇങ്ങനെ ഞങ്ങൾ മുന്നേറും. ഇന്ന് ഞങ്ങൾ ബദലിനാണ് തീരുമാനിക്കുന്നത്. ആഗോളവൽക്കരണം ബദലിനേക്കാൾ ബദൽ ഏതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ രംഗത്തുനിന്നും പിൻവാങ്ങാൻ ആഗോളവൽക്കരണം പറയുന്നു. എവിടുന്ന് പിൻവാങ്ങണം? ആരോഗ്യ മേഖലയിൽ നിന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്, സേവന മേഖലയിൽ നിന്ന്, എല്ലായിടത്തു നിന്നും ആരോഗ്യ മേഖലയിൽ നിന്നും പിന്മാറാൻ ആഗോളവൽക്കരണം ആവശ്യപ്പെടുന്നു ലോകം. അപ്പൊ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആരോഗ്യ മേഖലയെ ഇനിയും സമ്പുഷ്ടമാക്കും. ഞങ്ങൾ പറയുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഇനിയും കൊണ്ടുവരും. ഞങ്ങൾ പറയുന്നു, സേവന മേഖലയിൽ ഇനിയും ഞങ്ങൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൊണ്ടുവരും. പൊതുമേഖലയെ വിറ്റഴിക്കണമെന്ന് ആഗോളവൽക്കരണം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പൊതുമേഖലയെ ലാഭത്തിലാക്കും, 32 വ്യവസായശാലകളെ ലാഭത്തിലാക്കും, ആക്കി ഇനിയുമാക്കും. ഇതാണോ ബദൽ? ഇത് താൻകാ ബദൽ. ഇതാണ് ബദൽ. ഇതിനാണ് ബദൽ എന്ന് പറയാ. പരിമിതമായ ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ജനതയെ സേവിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന ബദൽ കേരള മോഡൽ ബദലാണ്. ഈ ബദലല്ല ഈ നരേന്ദ്രമോദിയുടെ ഭാഗം. ഈ ബദലിനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, PC-യെ പോലെ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ മത്സരം ഇപ്പൊ കണ്ടിട്ടുണ്ട്. DYFയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നതാണ്. ഒരുപാട് പ്രാവശ്യം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മണലൂർ ആഫീസിലൊക്കെ വരുമ്പോ അന്ന് പ്രിയപ്പെട്ടവരെ മത്സരിക്കുന്ന സമയത്ത് ആദ്യമായി മണലൂരിൽ മറ്റേ KF മത്സരിക്കുന്ന അന്ന് BC-ന്റെ ഏരിയ നേതാവുണ്ട്. അന്ന് BC-യുണ്ട്, ഒരു ചെറിയുണ്ട്, ഒരു കെട്ടിപ്പടുത്തമൊക്കെ ഉണ്ട്. വലിയ മനുഷ്യൻ. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത പരുക്കനായിരിക്കും. പരുക്കനാവിന്റെ കാര്യം അവർ പരുക്കൻ കാലഘട്ടത്തിലാണ് ജീവിച്ചത്. പരിപരുത്ത ജീവിതമാണ്.